بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم لا تزول قدم ابن آدم يوم القيامة حتى يسأل عن 5 عن نمده فيما أفنى وعن شبابه فيما بلى وعن ماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم. وصدق رسوله النبي الكريم. ബഹുമാനാദരവുള്ള ഉലമാക്കളെ, ഒന്നിരായ ഉമറാക്കളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, മുഅ്മിനുകളെ, അല്ലാഹു തആല ഈ സംഗമം അവന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവരുടെ എല്ലാവിധ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് സ്വർഗവാസികളിൽ ചേർക്കുമാറാകട്ടെ. ആസന്നമാകുന്ന റമദാനിൽ പൂർണ്ണ ആരോഗ്യത്തോടെ നോമ്പും നിസ്കാരങ്ങളും മറ്റിതര പുണ്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നീങ്ങാൻ അല്ലാഹു ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സകാത്ത് തെറ്റും ശരിയും എന്ന ഗഹനമായ വിഷയമാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. പുണ്യത്തിന്റെ പൂക്കാലമായ വിശുദ്ധ റമദാനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളിൽ ഒരു വിഷയം സകാത്താകൽ അത്യാവശ്യവുമാണല്ലോ. സ്വാഗത പ്രഭാഷണത്തിൽ ഹുദവി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നിസ്കാരവും നോമ്പും മറ്റിതര ദീനിന്റെ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വേദികളെമ്പാടുമുണ്ട്. അത് പലതും നാം കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളുമാണ്. സക്കാത്തിനെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറില്ല. പെട്ടാൽ തന്നെ അത് കേട്ടംഗീകരിച്ച് ജീവിക്കാൻ പലരും തയ്യാറുമാകുന്നില്ല. കാരണം കീശയിൽ നിന്നും കാശെടുത്ത് മറ്റുള്ളവർക്ക് നൽകുന്ന കാര്യമായതിനാൽ, സമ്പത്ത് ചെലവഴിക്കുക എന്ന കാര്യമായതിനാൽ, ദുന്യാവിനോട് മോഹവും കമ്പവുമുള്ള ആളുകൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ വിമുഖത കാണിക്കുമെന്നതിൽ സത്യമാണ്. പക്ഷേ ദീനിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമതായി സക്കാത്തിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയെങ്കിൽ എന്താണ് സക്കാത്ത്, ഏതിലൊക്കെയാണ് സക്കാത്ത് നൽകപ്പെടേണ്ടത്, എങ്ങനെയാണ് നൽകേണ്ടത്, നൽകിയാലുള്ള ഗുണവും അല്ലാതിരുന്നാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുമൊക്കെ നാം പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും അങ്ങനെ റബ്ബിന്റെ അടുക്കൽ വിജയികളിൽ പെടാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അതിനാൽ പറയുന്നത് കേട്ട് മനസ്സിലാക്കി സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കാനുള്ളൊരവസരം കൂടിയാണ് ഇത് എന്ന് സൂചിപ്പിച്ചു.
ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ജഗനിയന്താവായ അള്ളാഹുവിനാൽ നിർമ്മിതമായതും ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരുടെ കഠിനാധ്വാന ഫലമായി ലോകത്തിന്റെ നാനാ ദിക്കുമൂലകളിൽ പ്രചരിച്ചതുമായ സാർവജനീന സാർവലൗകിക മതമാണല്ലോ ഇസ്ലാം. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ നിഖില കാര്യങ്ങളും സമഗ്രമായി അപഗ്രഥിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇത്. ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും വിജയകരമായി തീരാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ വിവരിക്കുന്നുണ്ട്. മരണശേഷമുള്ള പാരത്രിക ലോക ജീവിത വിജയം മാത്രം പോരാ, ഭൗതിക ലോകത്തും നമുക്ക് സുഖകരമായി ജീവിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന. ഞങ്ങളുടെ രക്ഷിതാവേ, ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ നന്മ ചെയ്യണമേ. ഇഹലോകത്ത് കട്ടപ്പാടും ദാരിദ്ര്യങ്ങളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിഞ്ഞുകൂടണമെന്നല്ല ശർഅ് കൽപ്പിക്കുന്നത്. അന്തസ്സോടെ മാന്യമായി ഇവിടെ ജീവിക്കാനാവശ്യമായ വിഭവങ്ങൾ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണത്. പാരത്രിക ലോകത്തേക്ക് വിഭവങ്ങൾ തയ്യാറാകണമെങ്കിൽ തന്നെ ഭൗതിക ലോകത്ത് അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടതല്ലേ? അതിന് ഭൗതിക ലോകത്ത് ജീവിക്കണ്ടേ? ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ വേണ്ടേ? അതുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ഭൗതിക ലോകത്ത് ഞങ്ങൾക്ക് നീ നന്മ നൽകണേ. പോരാ വഫിൽ ആഖിറതി ഹസന, മരണശേഷമുള്ള അനന്തമായ അനശ്വരമായ പാരത്രിക ലോക ജീവിതമില്ലേ, അവിടെയും നന്മ കൊണ്ട എന്റെ കാര്യമായ ആവശ്യം വഖ്നാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ എന്നതാണ്. ഇഹലോകവും പരലോകവും കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. നാം കണ്ടില്ലയോ മുഅ്മിനീങ്ങളെ? കടൽ തീരത്തൊരു പക്ഷിയിരുന്ന് തന്റെ ചുണ്ട് കൊണ്ട് കൊക്കുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൊത്തിയെടുത്താൽ ആ പക്ഷി ചുണ്ടിലുള്ള ഒരു തുള്ളി വെള്ളത്തിന്റെ അത്രയാണ് ഭൗതിക ലോക ജീവിതം. 60, 65, 70, 78, 80, 89, 100, 110 വർഷക്കാലം ഇവിടെ ജീവിക്കുന്നു എങ്കിലോ ആ കടലിൽ നിന്നും പക്ഷി തന്റെ ചുണ്ട് കൊണ്ട് കൊത്തിയെടുത്ത ഒരു തുള്ളി വെള്ളത്തിന്റെ അത്രമാത്രമാണത്. ഇനി ആ കടലിൽ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ബാക്കി വെള്ളം എത്രയാണോ, അതുപോലെയാണ് മരണശേഷമുള്ള അനന്തമായ അനശ്വരമായ പാരത്രിക ലോക ജീവിതമെന്ന് ഖാല റസൂലുള്ളാഹി. ആ ജീവിതമാണ് കാര്യമായി നാം കണക്കാക്കേണ്ടത് എന്നർത്ഥം. പക്ഷെ അവിടെ വിജയിക്കണമെങ്കിൽ ഇവിടെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി വെക്കണ്ടേ? അതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കണമെങ്കിൽ നാം ഇവിടെ ആരോഗ്യത്തോടെ നിലനിൽക്കണം. അതിന് സാമ്പത്തിക ശേഷി വേണം, ആരോഗ്യം വേണം, മറ്റു ചില സൗകര്യങ്ങൾ വേണം. അതിനു വേണ്ടിയുള്ള സെറ്റപ്പുകളും അല്ലാഹു തആല ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമ്പത്ത് എന്നത്. മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു തആല ഇവിടെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും അല്ലാഹു തആല സമ്പന്നന്മാരാക്കിയിട്ടില്ല. ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ അല്ലാഹു സമ്പത്ത് നൽകി, മറ്റൊരു വിഭാഗം ആളുകളെ ഈ സമ്പന്നരുടെ കൈവശമുള്ള സമ്പത്തിലേക്ക് ആവശ്യക്കാരായ ദരിദ്രരുമാക്കി. അല്ലാഹ്ക്കെന്താ എല്ലാവരെയും സമ്പന്നന്മാരാക്കിക്കൂടായിരുന്നു? അതിന് മാത്രമുള്ളത് അള്ളാഹുവിന്റെ ഖജനാവിൽ ഇല്ലേ? ഒരു വിഭാഗത്തിന്റെ കയ്യിൽ സമ്പത്തും മറ്റൊരു വിഭാഗത്തെ ദാരിദ്ര്യമുള്ളവരുമാക്കി തീർക്കാൻ കാരണമെന്ത്? അള്ളാഹുവിന്റെ വലിയൊരു ഹിക്മത്ത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എല്ലാവരും സമ്പന്നന്മാരായിരുന്നുവെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ കണ്ടു കാണപ്പെട്ട കോടികൾ മുടക്കി നിർമ്മിക്കപ്പെട്ട പള്ളി, ഈ പള്ളി നിർമ്മാണത്തിന് അതിന്റെ നിർമ്മാതാക്കൾ തൊഴിലാളികൾ വന്നത് വൈകുന്നേരം വരെ കട്ടപ്പെട്ട് അധ്വാനിച്ചാൽ ലഭിക്കുന്ന 700, 650, 750, 800 രൂപ മോഹിച്ചുകൊണ്ടാണ്. ആ രൂപ ഇത്രത്തോളം അധ്വാനിച്ചില്ലെങ്കിൽ തന്നെ എന്നെ കൈവശമുണ്ട് എന്നായാൽ ആ തൊഴിലാളികൾ തൊഴിലെടുക്കാൻ തയ്യാറാകുമോ? ഇല്ല. ഒരു മുതലാളി ഒരു തൊഴിലാളിയുടെ അരികിലേക്ക് തൊഴിലെടുക്കാൻ വേണ്ടി വിളിക്കാൻ പോകുമ്പോ
അദ്ദേഹം ഇങ്ങോട്ട് ഈ മുതലാളിയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്തിന്? എന്റെ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു, അത് നിർവഹിക്കാൻ നിങ്ങളെ കിട്ടിയാൽ തർക്കമില്ല എന്നുള്ളവർക്ക് വരിക. കാരണം എന്താ? അയാളും സ്വന്തമായി ജോലി ചെയ്യാൻ മാത്രം ഉള്ളവനൊന്നല്ല, മറ്റൊരാളെ ജോലിക്ക് വിളിക്കാൻ മാത്രം സമ്പന്നനാ. ഇദ്ദേഹം മറ്റൊരാളെ ജോലിക്ക് വിളിക്കാൻ മാത്രം സമ്പന്നനാ. അങ്ങനെ മറ്റു ചില ആളുകളെ ജോലിക്ക് വിളിക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി എല്ലാ ആളുകൾക്കും അല്ലാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ വല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമോ? വല്ല കൃഷിയും നടക്കുമോ? ഇവിടെ വല്ല തൊഴിലും നടക്കുമോ? റോഡ് പണി നടക്കുമോ? ബിൽഡിംഗ് നിർമ്മാണങ്ങൾ നടക്കുമോ? പൊരിയുന്ന വെയിൽ കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അറച്ചുപൊള്ളുന്ന വെയിലിന്റെ താപമേറ്റ് ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടാൽ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. എന്തിനാണത്? അവർക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജോലി ചെയ്യലല്ലാതെ നിർവാഹമില്ല. ദാരിദ്ര്യം കാരണത്താൽ അത്തരം ഒരു ജോലിക്കുള്ള ആരോഗ്യം നൽകപ്പെട്ട് ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തി ജോലി ചെയ്ത് കാശുണ്ടാക്കി തന്റെയും തന്റെ ഭാര്യ മക്കളുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിന് ഒരു ഉപജീവനം കണ്ടെത്തട്ടെ എന്നാണ് അത്തരക്കാരെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത്. മാത്രമല്ല വിശുദ്ധമായ ഹദീസിലൂടെ ഹബീബായ നബി തങ്ങൾ പറയുകയാ, ലൗലൽ ഹംഖാഉ ലഖരിബത്തിദ് ദുനിയാ, ലൗലൽ ഹംഖാഉ ലഖരിബത്തിദ് ദുനിയാ. ഹംക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ദുന്യാവ് ഖറാബാകുമായിരുന്നു എന്ന്. ഹംക്ക് എന്ന് പറഞ്ഞാരാ? വിഡ്ഢി. യഥാർത്ഥ വിഡ്ഢി ആരാ? ഞാൻ നേരത്തെ ഈ പറഞ്ഞ പാരത്രിക ലോകത്തിനെ കുറിച്ച് ചിന്തയില്ലാതെ ഭൗതികതയുടെ മാസ്മരികതയിൽ മതിമറന്ന് ആളാദിച്ച് കഴിഞ്ഞു കൂടുന്ന ആളുകൾ. അവനും വലിയ പോയത്തക്കാരൻ വിഡ്ഢി വേറാരുമില്ലല്ലോ. കടലിലെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളത്തിന്റെ അത്രമുള്ള ഭൗതിക ലോക ജീവിതം, അത് ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അവൻ. ഇനി വരാനുള്ളതോ കടലിലെ ബാക്കി വെള്ളം പോലെയാണ്, അത് അനശ്വരമാണ്, അനന്തമാണ്. അതേക്കുറിച്ചുള്ള ചിന്തയില്ല അവന്. അവൻ ഭൗതിക ലോകത്ത് മാസ്മരികതയിൽ മതിമറന്ന് ആഹ്ലാദിച്ച ആനന്ദത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് നെട്ടോട്ടമോടുന്നവനാണ്. വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ച് അവന് ചിന്തയില്ല. അവനേക്കാളും വലിയ വിഡ്ഢിയാരാ? അവനേക്കാളും ചിന്താശക്തി നഷ്ടപ്പെട്ടവൻ മറ്റേ ആരാ? അത്തരം ആളുകൾക്കാണ് ഹംഖാ വിഡ്ഢികൾ എന്ന് പറയുന്നത്. അത്തരം ആളുകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഖരിബത്തിദ് ദുനിയാ, ദുന്യാവ് ഖറാബാകുമായിരുന്നേനെ. ദുന്യാവിന്റെ സെറ്റപ്പ് നിലനിൽക്കുമായിരുന്നില്ല. സാക്ഷാൽ സൗദി അറേബ്യയിലെ മക്കത്തെ ഹറമിലെ മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ പോയി നോക്കൂ. എത്ര പവിത്രമാക്കപ്പെട്ട ഇടമാണ് മക്കത്തെ മസ്ജിദുൽ ഹറാം. നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് 1,00,000 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമാണ് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് 1 റക്അത്ത് നിസ്കരിച്ചാൽ ലഭിക്കുന്നത്. നാം ഇവിടെ വെച്ച് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് 1,00,000 പ്രാവശ്യം പറഞ്ഞാൽ ലഭിക്കുന്ന പ്രതിഫലമാണ് മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ നിന്നോ 1 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതോ. വിശുദ്ധമായ ഖുർആൻ അവിടെ വെച്ച് 1 വട്ടം ഖത്തം തീർത്താൽ നമ്മുടെ ഇവിടെ നിന്ന് 1,00,000 വട്ടം ഖത്തം തീർത്തതിന് തുല്യമാണ്. അത്രത്തോളം സൽക്കർമ്മങ്ങൾക്ക് പാവനത്വം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മസ്ജിദുൽ ഹറാം. ആ മസ്ജിദുൽ ഹറാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാ. അവരിൽ ചിലർ ഒരുപക്ഷേ നോമ്പനുഷ്ഠിക്കുന്ന ില്ല, ഒരുപക്ഷെ അവർ നിസ്കരിക്കുന്നുണ്ടാകില്ല, അവിടുത്തെ ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല, അവർ ദിക്റും സ്വലാത്തുമായി കഴിഞ്ഞുകൂടുന്നില്ല. എന്തുകൊണ്ടോ? അവർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുമ്പോ കൃത്യത്തിന് നിസ്കരിക്കാൻ അവർക്ക് സമയം ലഭിക്കാതെ പോവുകയാ, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ചിന്ത അവർക്ക് വേണ്ടതുപോലെ ഗൗരവമായി ഇല്ലാതെ പോവുകയാ. സമയമൊക്കെ ഒപ്പിച്ചാൽ ഒപ്പിച്ചുണ്ടാക്കാൻ കഴിയുന്നതാണ്. പള്ളിയിലാണ് നാം ജോലി ചെയ്യുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലും അതിൻ്റെതായ നേരത്തെ നിർവഹിച്ചേ പറ്റൂ എന്നൊരു ബോധം അവന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയിട്ടില്ല. അതുകൊണ്ട് അവൻ ഒരു പക്ഷേ നിസ്കാരത്തിൽ പങ്കെടുക്കാതെയാണ്, നിസ്കരിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതോ. അവരൊക്കെയും മറ്റുള്ള ആളുകളെ പോലെ ഖുർആൻ പാരായണം ചെയ്തിരിക്കുകയാണ് എങ്കിലോ, ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുകയാണ് എങ്കിലോ, മറ്റു ചില സൽക്രമങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുകയാണ് എങ്കിലോ മസ്ജിദുൽ ഹറാമിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമോ? ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമോ? ഏതേത് കാര്യങ്ങൾക്കും ഭൗതിക ലോകത്ത് ഒരു സെറ്റപ്പ് ഉണ്ടായി തീരും.
ചെയ്യണമെങ്കിലോ ഒരു ഭാഗം ആളുകൾ ഈ ഭൗതികതയിൽ മാത്രം മതിമറന്ന് ജീവിക്കുന്നവരാകണ്ടേ, പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്തയില്ലാത്തവരാകണ്ടേ. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നതോ ലൗലൽ ഹംഖാ, ബുദ്ധികളില്ലായിരുന്നുവെങ്കിൽ ഖരിബത്തി ദുനിയ, ദുനിയാവ് ഖറാബാകുമായിരുന്നു. ഇതേപോലെയാണ് സാമ്പത്തികമായ ശേഷിയെക്കുറിച്ച് നാം മനസ്സിലാക്കിയാലും നാം ചിന്തിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ ആളുകളും മുതലാളിമാരായാൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കില്ല. ഒരേ ഭാഗത്തിന്റെ കയ്യിൽ മുതൽ കൊടുത്തു, അത് മറ്റുള്ള ആളുകളിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥയിലാകുമ്പോഴാ അല്ലാഹു തആലയുടെ ഈ സെറ്റപ്പ് ഭൂമിയിൽ വ്യവസ്ഥാപിതമായി നടക്കൂ. അതുകൊണ്ട് വലിയൊരു ഹിക്മത്താണ് അല്ലാഹു തആല ഇങ്ങനെ ആക്കിയത് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. വേറെയും രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. മക്കക്കാഫിരീങ്ങളോട് സക്കാത്തിനെ കുറിച്ച്, ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവർ മറുപടി പറയുന്നതാണ് നുതീമുമല്ലോ യശാഉല്ലാഹു അത്അമഹു ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറയുകയാണ് അനുതീമുമല്ലോ യശാഉല്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അത്അമ, അവന് തിന്നാൻ കൊടുക്കാൻ കഴിയുമല്ലോ. പിന്നെ എന്തിനാണ് അത്തരം ആളുകൾക്ക് ഞങ്ങൾ വല്ലതും നൽകണമെന്ന് നീ ആവശ്യപ്പെടുന്നത് മുഹമ്മദേ എന്ന് മക്കക്കാഫിരീങ്ങൾ ചോദിച്ചല്ലോ. അന്റെ അള്ളയാണ് ഈ നൽകുന്നവൻ എന്ന നീ വാദിക്കുന്നത്. അവനാണ് എല്ലാ കാര്യത്തിന്റെയും ആൾ എങ്കിൽ അവനാണ്ട് കൊടുത്താൽ പോരെ ദരിദ്രർക്കും? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായ മുതല്, ഞങ്ങളുടെ പക്കലുള്ള മുതൽ അങ്ങോട്ട് കൊടുക്കാൻ നീ ആവശ്യപ്പെടുകയാണോ? അങ്ങനെ നിന്റെ അള്ള പറഞ്ഞു എന്നാണ് നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്ത് വിഡ്ഢിത്തരമാണ് മുഹമ്മദേ ഇത്? ആ അള്ളാഹ്ക്കെന്താ, ഞങ്ങൾക്ക് നൽകിയതുപോലെ അത്തരം ആളുകൾക്കാണ് നൽകിയ പോരെ? അത് നൽകാൻ അള്ളാഹുവിന് കഴിയുമെന്നല്ലേ നീ വാദിക്കുന്നത്? ഇത് മക്കക്കാഫിരീങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിരുന്നു. എന്തേന് മറുപടി? അള്ളാഹുവിന് എല്ലാവർക്കും സമ്പത്ത് യഥേഷ്ടം നൽകാൻ മാത്രമുള്ള ശേഷിയുണ്ട്. അള്ളാന്റെ ഖജനാവ് നിബിഡമാണ്, അതിലൊന്നിന്റെയും കുറവില്ല. പക്ഷേ മുതലാളിമാരുടെ ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഇത് കൊടുത്തവർ മുതലാളിമാരാക്കുകയും മറ്റൊരു വിഭാഗത്തിന്റെ കയ്യിൽ കൊടുക്കാതെ ഇവരിലേക്ക് ആവശ്യമുള്ളവരായി തീരുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു ആക്കി. ഒന്ന് ഇതാ ഭൂമിയുടെ സെറ്റപ്പിന്. രണ്ടാമത്തേത്, ഭൗതിക ലോകമെന്നത് ഒരു പരീക്ഷണാലയമാണ്. പരീക്ഷണം പല വിധത്തിലാണ്. വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട് ദുന്യവിയായ ലോകം പരീക്ഷണാലയമാണ് എന്ന്. ഒന്നും വേണ്ട, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്തിനാ പടച്ചോൻ അവനെ പടച്ച്? ഇബ്ലീസ് എന്നത് പടച്ചവനല്ലാത്ത മറ്റൊരു ശക്തി ഇബ്ലീസ്, അങ്ങനെയാണോ? അല്ലല്ലോ. അള്ളാഹ് ശൈത്താൻ, അള്ളാഹ് എന്നുള്ളത് നന്മയുടെ വഴിയിലൂടെ ആളുകളാക്കി തീർക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നൊരു ശക്തി, തിന്മയിലേക്ക് ആളത്താക്കി തീർക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നൊരു ശക്തി ശൈത്താനും. അങ്ങനെ രണ്ട് കക്ഷികളായത്. നന്മയിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് പടച്ചോനും തിന്മയിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് ശൈത്താനും. ഇങ്ങനെ രണ്ട് കക്ഷിയാ? അല്ല. അല്ല അല്ലാത്തത് ഇങ്ങനെ രണ്ടാം ആകെയുള്ളത്. അല്ലാഹു ഖാലിഖാണ്, സൃഷ്ടാവാണ്. അതല്ലാത്തതൊക്കെയും മഖ്ലൂഖ്, സൃഷ്ടികളാണ്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ് ഇബ്ലീസും അവന്റെ ചിങ്കരന്മാരായ ശയാത്തീനും. അള്ളാഹുവിന്റെ ഓപ്പോസിറ്റിൽ പറയപ്പെടാൻ പറ്റുന്ന ഒരു ശക്തിയല്ല ശൈത്താൻ എന്ന് പറയപ്പെടുന്നവനോ. അള്ളാഹ് സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണവനോ. അള്ളാഹ് കൊടുത്ത കഴിവേ അവനിലുള്ളൂ. അവന് സ്വന്തമായ ഒരു കഴിവ് ഇല്ലേ? ഇല്ല. പടച്ച റബ്ബ് കൊടുത്ത കഴിവ് മാത്രമാണ് അവനുള്ളത്. എന്തിനാണ് അത്രത്തോളം കഴിവ് അല്ലാഹു തആല അവന് നൽകിയത്? രക്തം സഞ്ചരിക്കുന്ന ധമനിയിലൂടെ വരെ സഞ്ചരിക്കാൻ കഴിവുള്ളവനും അങ്ങനെ ആളുകൾക്ക് ദുർബോധനം നൽകിയിട്ടോ ദുർബോധനത്തിലൂടെ ചിന്തകളിലൂടെ ജയിക്കാനും അങ്ങനെ മോശപ്പെട്ട വഴികളിലൂടെ ആക്കി തീർക്കാനുമുള്ള കഴിവ് നൽകപ്പെട്ട ഒരു ശക്തിയാണ് ശൈത്താനോ. എന്തിനാ അങ്ങനെ അവനെ പടച്ചുവിട്ടത്? പരീക്ഷണം. പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു തആല അങ്ങനെ സംവിധാനിച്ചതാ.
അതെ, ഇബ്ലീസിന്റെ കെണിവലയിലൊന്നും പെടാതെ, അവന്റെ ചതിയിൽ പെടാതെ ഞാൻ പറഞ്ഞ വഴിയിലൂടെ മാത്രം ക്ഷമിച്ച് നീങ്ങാൻ മനുഷ്യന്മാര് തയ്യാറാകുന്നുണ്ടോ? പല കടമ്പകളും കടന്നെങ്കിലേ എന്റെ അടുത്തേക്ക് എത്തുള്ളൂ എന്ന് അല്ലാഹു തആല ലോകത്ത് അറിയിക്കുകയാണ്. പല കടമ്പകളും അല്ലാഹു തആല എന്ന് പറയാൻ നേരം ഞാൻ അല്ലാഹു തആല സ്വർഗവും നരകവും ആദ്യം പടച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വർഗവും നരകവും പടച്ചു. പടച്ചതിന്റെ ശേഷം മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു, മലക്കുകളെ, ഞാൻ സ്വർഗവും നരകമൊക്കെ പടച്ചിട്ടുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടുവെന്ന് അഭിപ്രായം പറയണം. മലായികത്തുൽ കിറാം നേരെ സ്വർഗത്തിന്റെ അരികിലേക്ക് പോയി. എല്ലാവിധ സുഖസൗകര്യങ്ങളും നിറക്കപ്പെട്ട ഒരു ബംഗ്ലാവ്, ഒരു കൊട്ടാരം, വലിയ സൗകര്യങ്ങളുള്ള ഒരു വീട്. നരകത്തിന്റെ അരികിലേക്ക് പോയി നോക്കിയപ്പോൾ എല്ലാവിധ വിഷമങ്ങളും നിറക്കപ്പെട്ട ഒരു തീക്കുണ്ടാരമാണ് നരകം. ദുനിയാവിൽ കത്തിക്കപ്പെടുന്ന തീയുടെ 69 ഇരട്ടി ചൂടാണ് നരകത്തേക്കുള്ളത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ രണ്ട് ഭവനവും കണ്ടതിന്റെ ശേഷം മലായികത്തുൽ കിറാമോ അള്ളാന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണിത് രണ്ടെണ്ണം? അള്ളാന്റെ മറുപടി വരികയാണ്, മലക്കുകളെ, ഇത് രണ്ടും മനുഷ്യർക്ക് വേണ്ടിയാ. ഏതിലേക്ക് കടക്കണം, ഏതിൽ ജീവിക്കണമെന്നാണോ അവർ ഇഷ്ടപ്പെടുന്നത് അതിൽ കയറി അവർക്ക് ജീവിക്കാം. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഇഖ്തിയാർ, സ്വാതന്ത്ര്യം ഞാൻ നൽകുകയാണോ? അവർക്ക് വേണ്ടിയാണ് രണ്ടും ഞാൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. മലായികത്തുൽ കിറാം അന്തം വിട്ട് അന്താളിച്ച്, പടച്ചോനെ, ഈ സ്വർഗമെന്ന ബംഗ്ലാവ് ഉണ്ടായിരിക്കെ തീ ചാടാൻ ആളെ കിട്ടുമോ? അവർക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് അതിലേക്ക് പോയി താമസിക്കാമെന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ നരകം പടച്ചത് വെറുതെയായില്ലേ തമ്പുരാനെ? അതിനിടയിൽ ഒരു വായക്കന്ന് നട്ടാൽ കൊലവട്ടമായിരുന്നല്ലോ എന്ന രൂപത്തിലാ മലക്കുകളുടെ പ്രതികരണം. അല്ലാഹു തആല എന്ത് ചെയ്തു എന്നല്ലേ? ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി വഹുഫത്തിൻ നാറു ബിശഹവാതി ഖാല റസൂലുള്ളാഹി. നരകം വലയം ചെയ്യപ്പെട്ടു, സ്വർഗവും വലയം ചെയ്യപ്പെട്ടു. ആദ്യം ഓപ്പണായിരുന്നു, പിന്നീട് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് അല്ലാഹു തആല. എങ്ങനെയുള്ള തടസ്സങ്ങളാ? ഉപ്പത്തിൽ ജന്നത്തോ, സ്വർഗം വലയം ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ്? ബിൽ മക്കാരിഹി, ഒരുപാട് മനുഷ്യ മനസ്സുകൾ വെറുക്കുന്ന കാര്യങ്ങളെ കൊണ്ടോ, മനുഷ്യന് താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത പലതുമാണ് ആ സ്വർഗത്തിന്റെ ചുറ്റുഭാഗത്തും വലയങ്ങളായി, വേലിക്കെട്ടുകളായി, മതിൽക്കെട്ടുകളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഏതാണ് ആ മക്കാരിഹ്? 5 നേരം നിസ്കരിക്കണം, അതെന്നെ ഒന്ന്. ആ നിസ്കാരം എന്ന കടമ്പ അതിന്റെ മുകളിലൂടെ ചാടി മറിഞ്ഞെങ്കിൽ അപ്പുറത്തുള്ള സ്വർഗത്തുക്കെത്തൂ. നോമ്പാണ് വേറെ കടമ്പ, സക്കാത്താണ് വേറെ ഹജ്ജാണ് വേറെ കടമ്പ. ഇങ്ങനെ ഒരുപാട് കടമ്പകൾ, വേലിക്കെട്ടുകൾ പഠിച്ചു. ആ വേലിക്കെട്ടുകൾ താണ്ടിക്കടന്നതിന്റെ ശേഷം അപ്പുറത്ത് കണ്ടെത്തണം, അവിടെയാണ് സ്വർഗം. എന്നാൽ നരകം വലയം ചെയ്യപ്പെട്ടു ബിശഹവാത്തി, മനുഷ്യ മനസ്സുകൾ ഇച്ഛിക്കുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കൊണ്ട്. കള്ളും കഞ്ചാവും തോന്നിവാസവും മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയാണല്ലോ മനുഷ്യന്റെ മനസ്സിന് ആഗ്രഹം. അത്തരം കാര്യങ്ങളെ നരകത്തിന്റെ ചുറ്റുഭാഗത്തും വലയമായി സൃഷ്ടിക്കപ്പെട്ടു. അതിലൂടെ ഇങ്ങനെ തണ്ടിക്കടന്നാൽ നരകത്തിലേക്ക് കുളും. ഈ 2 വിധത്തിലുള്ള വേലിക്കെട്ടുകൾ, കടമ്പകൾ സൃഷ്ടിച്ചതിന്റെ ശേഷം അല്ലാഹു തആല മലക്കുകളെ വിളിച്ചിട്ട് ഒന്നും കൂടി പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾ ഒന്നും കൂടി പോയി കണ്ടുവെന്ന് അഭിപ്രായം പറയണം. മലായികത്തുൽ കിറാം നേരെ ചെന്ന് സ്വർഗത്തിന്റെ അരികിലേക്ക്. പണ്ടത്തേതുപോലെ ഓപ്പണല്ല. മുമ്പ് ചെന്ന് നോക്കിയപ്പോൾ ഓപ്പണ, ആർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് കയറി എത്തിപ്പെടാൻ കഴിയില്ല. അതിന്റെ മുന്നിൽ കടമ്പകളുണ്ട്. ആ കടമ്പകൾ ചാടിമറിഞ്ഞെങ്കിൽ മാത്രമേ അപ്പുറത്തേക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഏതാണ് ആ കടമ്പകളെ? ഒന്ന് നിസ്കാരമാണ്. അതാണ് നിബിധങ്ങൾ പറയുന്നത് മക്കാരിഹ്, മനുഷ്യ മനസ്സുകൾക്ക് ഇഷ്ടമില്ലാത്തത്. ആർക്കാ നിസ്കരിക്കാൻ ഇഷ്ടം? മരം കോച്ചുന്ന തൊടുപ്പത്തോ, 2 കയ്യും താലൂക്ക് ഓഫീസിലേക്ക് പൂത്തിത്തിരിങ്ങി ഉറങ്ങുന്ന നേരത്തോ, പള്ളിമിനാരത്തിലൂടെ മുഅദ്ദിനദാ സ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് വിളിച്ചു പറയുന്ന നേരത്തെ, എടാ, നീ പൂത്തിത്തിരിങ്ങി ഉറങ്ങുന്ന ഉറക്കിലാണ് എങ്കിലോ അതിൽ നിന്ന് ഉണർന്ന് കുളിക്കൽ നിർബന്ധമുള്ളവനാണെങ്കിൽ നിർബന്ധമായും കുളിച്ചോ. ഈ നേരത്തെ തന്നെ നിസ്കാരം നിർവഹിക്കൂ എന്നവനോട് ആവശ്യപ്പെടുമ്പോ അവനത് വെറുപ്പാ, അവന് ഇഷ്ടമില്ല. ആ ഇഷ്ടമില്ലാത്തത് അവൻ ചെയ്യും
ചെയ്യുക തന്നെ വേണം. പക്ഷേ ആ കയ്യും പൂത്തി ഉറങ്ങാനുള്ള നിർദ്ദേശമാണ് ഇബ്ലീസ് അവന് നൽകുന്നത്. ആ ഇബ്ലീസിന്റെ കെണിവലയിലും ചതിയിലും ഇവൻ അകപ്പെട്ടോ, ഞാൻ പറയുന്നത് അനുസരിക്കാതെ പോകുന്നുണ്ടോ എന്ന് അല്ലാഹു തആല പരീക്ഷിക്കാനാണ് ഇത്തരം ഒരു നിസ്കാരം സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്നതിന് തടസ്സമെന്നോണം ഒരു കടമ്പയായി അല്ലാഹു തആല പടച്ചു വെച്ചിരിക്കുന്നത്. ഇത്തരം കടമ്പകളൊക്കെ ചാടിമറിഞ്ഞെങ്കിലേ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. മലക്കുകൾ നേരെ പോവുകയാണ് നരകത്തിന്റെ അരികിലേക്കോ. അതിന്റെ മുന്നിലും ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷേ അവയൊക്കെയും സഹവാത്തോ, മനുഷ്യർക്ക് ഇഷ്ടമുള്ള കടമ്പകളാ. അതിന്റെ മുകളിലൂടെ ചാടിമറിയാനാണ് മിക്ക ആളുകളും താല്പര്യപ്പെടുന്നത്. ഈ രണ്ടവസ്ഥയും കണ്ടതിന്റെ ശേഷം മലായികത്തുൽ കിറാം അള്ളാന്റെ അരികിലേക്ക് തിരിച്ചു വന്നിട്ട് അഭിപ്രായം മാറ്റി പറയുകയാണ്, എന്തിനാണ് നീ സ്വർഗം പടച്ചു വെച്ചിരിക്കുന്നതോ അതിലേക്ക് കടക്കാൻ ആളെ കിട്ടുമോ? ആദ്യം പറഞ്ഞതെന്താ? എന്തിനാ പടച്ചോനെ ഈ നരകം അതിക്ക് കടക്കാൻ ആളെ കിട്ടുമോ? പിന്നെ പറയുന്നത് എന്തിനാ പടച്ചോനെ സ്വർഗം പടച്ചത് അതിലേക്ക് കടക്കാൻ ആളെ കിട്ടുമോ? എന്തേ കുഴപ്പോ? അല്ലാഹു ചോദിക്കുകയാണ്, മലക്കുകളെ സ്വർഗത്തിലുള്ള വിഭവങ്ങളുടെ പോരായ്മ കൊണ്ടാണോ? മലായികത്തിലൊക്കെ പറഞ്ഞു, അല്ല പടച്ചോനെ, അല്ല, എല്ലാ വിഭവങ്ങളും അതിലുണ്ടോ. ആശിച്ചതൊക്കെയും ലഭിക്കുന്നൊരു ബംഗ്ലാവാണ്, കൊട്ടാരമാണ് സ്വർഗമായി നീ പടച്ചു വെച്ചിരിക്കുന്നതോ. അതിൽ കിട്ടാത്തതൊന്നുമില്ല, അതിലൊന്നിന്റെയും പോരായ്മകളില്ല. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടണമെങ്കിൽ പല കടമ്പകളും തണ്ടിക്കടക്കണ്ടേ. അത് കടക്കാൻ മിക്ക ആളുകളും തയ്യാറാവുകയല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞത് എന്നോ മലായികത്തുൽ കിറാം റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു. എങ്കിലോ അത് തന്നെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നാളെ മഹ്ശറിൽ ഹാജരാക്കപ്പെടുന്ന ആളുകളോ, ഏതാളുകൾ ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മൊത്തം ആളുകൾ അവിടെ ഉണ്ടാകുമല്ലോ. കോടാനക്കോടി ആളുകളല്ലേ അവിടെയുള്ളതോ. ആ ആളുകളെ എടുത്തു നോക്കിയാൽ അതിലെ സ്വർഗ നരക അവകാശികളുടെ അനുപാതം എങ്ങനെയാണെന്നറിയുമോ? ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലുള്ളതോ, 1000 ആളുകളെ ഇങ്ങോട്ടെടുത്താൽ അതിൽപ്പെട്ട ഒരാൾ സ്വർഗാവകാശി, 999 നരകാവകാശി. ഈ രൂപമാണ് സ്വർഗ നരക അവകാശികളുടെ അനുപാതമെന്ന് ഖാല റസൂലുള്ളാഹി. 1000 ആൾക്കാരെടുത്താൽ ഒരുത്തൻ സ്വർഗത്തേക്ക് 999 നരകത്ത്, അടുത്ത 1000 ഒരാൾ സ്വർഗത്തേക്ക് 999 നരകത്ത്. ഇതാണ് സ്വർഗ നരക അവകാശികളുടെ അനുപാതമെന്ന ഹദീസിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരുപാട് കടമ്പകള് പരീക്ഷണമെന്നോണം അല്ലാഹു തആല ഇവിടെ പടച്ചു വെച്ചിട്ടുണ്ട്. അതിനെ അതിജയിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല നോക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ഇബ്ലീസ്, മറ്റൊന്നാണ് സമ്പത്ത്, മറ്റൊന്നാണ് ഭൗതിക സുഖം. അങ്ങനെ പലതും ഇവിടെ കടമ്പയായി പടച്ചു വെച്ചിട്ടുണ്ട്. ആ സമ്പത്ത് നൽകിയിട്ട് അല്ലാഹു തആല ഇവനെ പരീക്ഷിക്കുകയാണ്. ആ നൽകപ്പെട്ട സമ്പത്തിൽ നിന്ന് ഞാൻ അവനോട് പറയുന്ന ആ ബാധ്യതകളും ഇടപാടുകളും ഒക്കെ അവൻ തീർക്കാൻ തയ്യാറാകുന്നുണ്ടോ? സക്കാത്തായി നൽകുന്നുണ്ടോ? പാവപ്പെട്ടവർക്ക് നൽകേണ്ട മറ്റ് അവകാശങ്ങൾ അവൻ നൽകുന്നുണ്ടോ? ആ കിട്ടിയ സമ്പത്ത് ഹറാമിലോ ഹലാലിലോ അവൻ ചെലവാക്കുന്നത്, സമ്പാദിക്കുന്നത്, ഇതൊക്കെയും പരീക്ഷിക്കാൻ വേണ്ടിയാ അവന്റെ കയ്യിൽ ഇത് നൽകിയിട്ടുള്ളത്. മറ്റവനോ അവന് ദാരിദ്ര്യം നൽകിയിട്ട് അല്ലാഹു തആല പരീക്ഷിക്കുന്നത്. അതും ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് വിധേയരാകേണ്ടി വരുമ്പോ അവൻ സ്വബറ, ക്ഷമിക്കുകയാണ് വേണ്ടത്. പടച്ചവനാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി, എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവാണ് എനിക്ക് ദാരിദ്ര്യം നൽകിയത്, അവന് സമ്പത്ത് നൽകിയ അല്ലാഹു തന്നെയാണ് എനിക്ക് ദാരിദ്ര്യം നൽകിയത്. ആ ദാരിദ്ര്യം നൽകപ്പെട്ട ഞാൻ അതിന്റെ പേരിൽ ക്ഷമിക്കുകയാണ് വേണ്ടതെന്ന് ചിന്തിക്കാൻ അവൻ തയ്യാറാകുന്നുണ്ടോ? വിധങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അജബല്ലിൽ മുഅ്മിൻ, അജബല്ലി അംരിൽ മുഅ്മിൻ. മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതാട്ടോ. എന്താ? വല്ല പ്രയാസങ്ങളും അവന് നേരിടേണ്ടി വന്ന സ്വബറ, ക്ഷമിക്കും. വല്ല അനുഗ്രഹങ്ങളും അവന് ലഭിക്കുകയാണെങ്കിൽ ശക്ര, അവൻ ശുക്ർ, നന്ദി ചെയ്യും. വല്ലാത്ത അത്ഭുതം തന്നെ. അവനെ കൊടുക്കാൻ, അവനെ ടെൻഷനാക്കാൻ, അവനെ പ്രയാസപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. എന്ത് കഷ്ടപ്പാടുകളുണ്ടായാലും, ദാരിദ്ര്യമെന്ന കഷ്ടപ്പാടാകട്ടെ, രോഗമാകട്ടെ, വേറെ ഏതെങ്കിലും കഷ്ടപ്പാടാകട്ടെ, സ്വബറ, അവൻ പടച്ച റബ്ബ് യജമാനനായി ഇവിടെ ഉണ്ടല്ലോ, അതൊക്കെയും ഇവനിൽ നിന്നും മാത്രം ഉണ്ടായതല്ലേ, അവൻ മാത്രം നൽകിയതല്ലേ,
അവൻ നൽകിയത് ഞാൻ അങ്ങ് സ്വീകരിച്ച് ക്ഷമിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ അവൻ തയ്യാറാവുകയാ. ഇനി ഇഷ്ടം പോലെ എല്ലാവിധ സൗകര്യങ്ങളും നൽകപ്പെട്ടാലോ, ഇതൊന്നും എന്റെ സ്വന്തമല്ല, സ്വന്തമായി എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതുമല്ല, യജമാനനായ അള്ളാഹു നൽകിയതായ എന്ന രൂപത്തിൽ അവൻ ക്ഷമിക്കാനും തയ്യാറാ, അവൻ ശുക്ർ ചെയ്യാനും തയ്യാറാ, അവൻ നന്ദി ചെയ്യാനും തയ്യാറാ. ഇതാണ് മുഅ്മിനിന്റെ അവസ്ഥ. ആ രൂപത്തിൽ കഴിഞ്ഞുകൂടുന്നവനായ യഥാർത്ഥ മുഅ്മിൻ എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതിനാൽ പരീക്ഷണം എന്നോണമാണ് ഒരു വിഭാഗത്തിന് ദാരിദ്ര്യവും മറ്റൊരു വിഭാഗത്തിന് സമ്പത്തും അള്ളാഹു നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെ കാരണം, മനുഷ്യർക്കിടയിൽ ഓരോരുത്തരും സ്വയം പര്യാപ്തതയുള്ളവരാണ് എങ്കിൽ അവനുമായിട്ട് കഴിഞ്ഞുകൂടുക എന്നല്ലാതെ മറ്റൊരാളുകളുമായി ഒരു ഇണക്കമോ പൊരുത്തമോ ഉണ്ടാകാത്ത അവസ്ഥ വരും. ഒരു ഭാഗം ദാരിദ്ര്യമുള്ള അനുഭവിക്കുന്ന ആളുകളാകുമ്പോൾ അവർ എപ്പോഴും മുതലാളിമാരിലേക്ക് ഒരു മുഹ്താജ് ആവശ്യക്കാരായിരിക്കും. അവരിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ജീവിക്കാൻ, അവൻ നൽകിയിട്ട് വേണം എനിക്കെന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്നാകുമ്പോൾ ഒരനുകമ്പയും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തുകയും അവനാണ് എന്റെ ജോലി ചെയ്യുന്നത് എന്നൊരു ചിന്ത ഈ മുതലാളിക്കുണ്ടായി ആ ഒരു സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യപ്പറ്റോടുകൂടെ കഴിഞ്ഞുകൂടാൻ ഈ സാമ്പത്തികമായ വിനിമയം ഇടപാടുകൾ പലപ്പോഴും നിമിത്തമാകുമെന്നതിനാൽ ഒരു കൂട്ടരുടെ പക്കൽ നൽകുകയും അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്താനുള്ള വഴി അല്ലാഹു തആല ഉണ്ടാക്കുകയും ചെയ്തു. എല്ലാവർക്കും സ്വയം പര്യാപ്തത ഉണ്ടായിത്തീർന്നിരുന്നുവെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കടപ്പാട് ഉണ്ടാകുമായിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദ സമീപനം ഉണ്ടാകുമായിരുന്നില്ല, ഒരു സ്നേഹബന്ധമുണ്ടാകുമായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യങ്ങളും നടക്കുന്നതിനാൽ ഒരു കടപ്പാടും സ്നേഹബന്ധങ്ങളും നിലനിൽക്കുകയും അങ്ങനെ മനുഷ്യർ മനുഷ്യത്വപരമായി ജീവിക്കാൻ ഇത് നിമിത്തമാവുകയും ചെയ്യും. അതുകൊണ്ടുമാണ് ഒരു വിഭാഗത്തിന്റെ പക്കൽ സമ്പത്തും മറ്റൊരു വിഭാഗത്തിന് ദാരിദ്ര്യവും അല്ലാഹു നൽകിയത് എന്ന് ദീനിന്റെ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഒരു വിഭാഗത്തെ സമ്പന്നരും മറ്റൊരു വിഭാഗത്തെ ദരിദ്രരുമാക്കുന്നതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് വലിയ ഹിക്മത്തുണ്ട്. അതിൽ ഒന്ന് ഭൗതിക ലോക ജീവിതത്തിന്റെ സെറ്റപ്പ്, രണ്ടാമത്തേത് സ്നേഹബന്ധം നിലനിൽക്കുക, മൂന്നാമത്തേത് പരീക്ഷണം. ഈ 3 വിധ കാരണത്താലാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. വേറെയും ഹിക്മത്തുണ്ടാകാം. ആ സമ്പത്ത് നൽകപ്പെട്ട ആളുകൾ വലിയ ബാധ്യതയുള്ളവരാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നത് അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വ അമിത്നി മിസ്കീന വഹ്സുനി വദൻ ഫീ സുംറത്തിൽ മസാകീൻ. പടച്ചോനെ എന്നെ ഒരു മിസ്കീനായി നീ ജീവിപ്പിക്കും. ഫക്കീറല്ല, ഫക്കീറായാൽ പിന്നെ ഇസ്സത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ജീവിക്കാൻ ഒന്നുമില്ലാത്തവനാണ് ഫക്കീർ. 100 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ 8-10 രൂപ പോലും അവൻ ഒരുപക്ഷെ സമ്പാദ്യമുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ വളരെ കുറഞ്ഞത് മാത്രമേ സമ്പാദ്യമുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ അവന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തേണ്ടതായി വരും. മിസ്കീൻ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ഒരു ദിവസം ചെലവ് വരുന്നത് എങ്കിൽ ഒരു 75-80 രൂപക്കൊൻ കിട്ടും. അതെ, ഒരു മിതമായ രൂപത്തിലങ്ങാണ് ഉന്തിത്തള്ളി മുന്നോട്ട് നീങ്ങും. 500 രൂപയുടെ ഷർട്ട് വാങ്ങണം എന്നാണ് അവന്റെ താല്പര്യം. പക്ഷെ ഒരു 350-400 അവന്റെ അടുത്തുള്ളൂ. അതുകൊണ്ട് വാങ്ങാനേ അവന് സാധിക്കുന്നുള്ളൂ. അയില മീൻ വാങ്ങണം എന്നവന്റെ പൂതി, പക്ഷെ അതിന് സാധിക്കുന്നില്ല, കാശൊക്കുന്നില്ല. ഒരു മത്തിയെങ്കിലും വാങ്ങാനേ അവന്റെ അടുത്തുള്ളൂ, എന്നാലും ജീവിക്കാലോ. ഇങ്ങനെ മുട്ടിത്തട്ടി ഇങ്ങനെ മുന്നോട്ട് നീക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയുള്ളവൻ ഇവനാണ് മിസ്കീൻ. ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ അതിന്റെ അയൽപ്പക്കത്തേക്കെത്തും അവന്റെ വരുമാനം. അത്തരക്കാരനാണ് മിസ്കീൻ എന്ന് പറയുന്നത്. അങ്ങനെ ആക്കിയാൽ മതി പടച്ചോനെ എന്നെ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതെന്തേ? കൂടുതലുണ്ടായാൽ വലിയ ബാധ്യത. ആ ബാധ്യത നിറവേറ്റിയാൽ കനത്ത കൂലി കിട്ടും. അത് വേറെ കാര്യം. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രവാചകന്മാരിൽ അവസാനത്തവൻ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ആള് സുലൈമാൻ നബിയാണ്. കാരണം ഇവർക്ക് ഒരുപാട് കണക്കും ബുക്കും ബോധിപ്പിക്കാണ്ട്, ഒരുപാട് അക്കൗണ്ടുകൾ അള്ളാന്റെ മുന്നിൽ നിരത്തി കണക്ക് പറയാണ്ട്. വലിയ സമ്പന്നനായതുകൊണ്ട്
ഈസാ നബിക്ക് എപ്പോഴോ സ്വർഗത്തിലെത്തി, ഒരു മണ്ണം കട്ടില്ല, പിന്നെ എന്ത് കണക്ക് ബോധിപ്പിക്കാനാ? ഒരു സാധനവുമില്ല, എന്ത് കണക്ക് ബോധിപ്പിക്കാനാ? നേരിട്ടങ്ങ് വിചാരണ മറ്റുള്ള കാര്യങ്ങളിൽ നേരിട്ട് അങ്ങ് കടന്നാൽ മതി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അങ്ങനെയല്ല, വലിയ സമ്പന്നനാ. 1,00,000 ഒരു കോടീശ്വരനും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അയൽപ്പക്കത്തേക്ക് എത്തുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. വലിയ മുതലാളിമാർ അള്ളാന്റെ അരികിൽ വെച്ച് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് കഴിച്ചിലാകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അത് മുതലാളിമാര് എന്നല്ല, എല്ലാ ആളുകളും അവനാനെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒപ്പിച്ചു പറയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. മുഅ്മിനീങ്ങളായ ആളുകളാ. പക്ഷെ ചില ജുമുഅക്ക് അവൻ പങ്കെടുത്തിട്ടില്ല, ചില നോമ്പ് അവൻ ഒഴിവാക്കിയിട്ടുണ്ട്, ചില നിസ്കാരങ്ങൾ അവൻ നിർവഹിച്ചിട്ടില്ല. ഇങ്ങനൊക്കെ ഈ വിഷയത്തിൽ അപാകത വരുത്തി അവൻ ജീവിച്ച് മരിച്ചവനാ. അള്ളാഹ് വിചാരണ ചെയ്യുന്ന സമയത്ത് അവനും പറയും, പടച്ചോനെ ജുമുഅക്ക് പങ്കെടുത്തിട്ടില്ല, ശരി തന്നെയാണ്. ചില നോമ്പൊന്നും നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നീ തന്ന മുതല് അത് അന്യാധീനപ്പെടുത്താൻ പറ്റൂലല്ലോ. അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നു. അതിനാൽ ചില നോമ്പ് നിസ്കാരമൊക്കെ നഷ്ടപ്പെട്ടത്. അത് ഇത്ര വലിയൊരു ആനക്കാരിയാക്കാൻ മാത്രമുണ്ടോ? ഇജ്ജ് തന്ന മുതലല്ലേ. ഇന്നോടത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, മറ്റേ സ്ഥലത്ത് ഇന്ന ബിസിനസ് ഉണ്ടായിരുന്നു. അവിടൊക്കെ മണ്ടിപ്പാഞ്ഞ് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ നിസ്കാരം നഷ്ടപ്പെട്ടതാണ്. ഇജ്ജ് തന്ന മുതലല്ലേ, അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ലേ, അതിനാൽ വൈകല്യങ്ങൾ വന്നുപോയതാ. അതിന്റെ കേസും പടച്ചോന്റെ പരിധിക്കിടവൻ. അതിന് അല്ലാഹു തആല മറുപടി നൽകുന്ന എങ്ങനെ അറിയോ? സുലൈമാൻ നബിനെ വരുത്തിയിട്ടാ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് വരാൻ പറയും. സുലൈമാൻ നബിനെ ഹാജരാക്കപ്പെടുമെന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ടിരുന്ന സമ്പത്തിന്റെ അളവ് പറയപ്പെട്ട സമ്പന്നന്റെ മുന്നിൽ ബോധിപ്പിക്കും. സുലൈമാൻ നബിക്ക് നൽകപ്പെട്ട സമ്പത്തിന്റെ അളവ് ഈ ഉപായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമ്പന്നന്റെ മുന്നിൽ കാണിക്കും. നോക്കുമ്പോ സുലൈമാൻ നബിക്ക് നൽകപ്പെട്ട സ്വത്തിന്റെ 4 അയൽപ്പക്കത്ത് പോലും എത്താനില്ല ഇവന്റെ മുതല്. അത് എം എ യൂസുഫ് അലി ആണെങ്കിൽ പോലും അവിടെ എത്തൂല. അത്ര വലിയ സമ്പത്താ. എന്നിട്ട് അള്ളാഹ് ഇവനോട് പറയും, അല്ല നിന്നേക്കാളേറെ മുതല് സ്വത്തും സമ്പാദ്യവും ഞാൻ സുലൈമാൻ നബിക്ക് നൽകിയിട്ടുണ്ട് എന്നിപ്പോ എനിക്ക് ബോധ്യയില്ലേ? ആ ബോധ്യം. ഇനി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ നന്മ തിന്മകളുടെ റെക്കോർഡ് എടുത്ത് കാട്ടിക്കൊടുക്കും. ഒക്കെ A+. ഒരു അപാകതയും അതിലില്ലേ ഇല്ല. പറഞ്ഞ മാതിരി മാത്രമേ മൂപ്പരെ ഭാഗത്തുനിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് അള്ളാഹു ഈ മുതലാളിനോട് പറയും, അല്ല നീയല്ലേ പറഞ്ഞത് ഞാൻ തന്ന സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മണ്ടിപ്പാച്ചിന്റെ ഇടയിൽ നിന്റെ ചില ന്യായങ്ങളൊക്കെ പാലിക്കാൻ കഴിയാതെ പോയതാണ് എന്ന്. എങ്കിൽ നിന്നേക്കാളേറെ അപാകത സുലൈമാനിൽ നിന്നുണ്ടാകണ്ടേ? മനസ്സിലാണില്ലേ? കാരണം നിന്നേക്കാളേറെ സ്വത്തും സമ്പാദ്യവും ഞാൻ സുലൈമാന് നൽകിയിട്ടുണ്ട്. പക്ഷെ സുലൈമാന്റെ റെക്കോർഡ് പരിശോധിച്ചൊക്കെ ഒരു കുഴപ്പമില്ല. അപ്പൊ വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ, മുതലിന്റെ സംരക്ഷണത്തിന് വേണ്ടി മണ്ടിപ്പാഞ്ഞതുകൊണ്ടല്ല, എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞതിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു കൂടണം എന്ന വേണ്ട ബോധമില്ലാത്തത് കൊണ്ടല്ലേ. ആ ജാതി ബടായി വിടണ്ട, ഈ അടുത്ത ഭാഗത്ത് കൂടെ നടക്കാൻ നോക്ക്, നരകത്തിക്കാണ്ട് പോയിക്കാളാം എന്ന് പറയും. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. പക്ഷെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അത് നൽകപ്പെട്ടു. പക്ഷേ അതിലൊരു അപാകതയും വരുത്താത്തതിനാൽ സ്വർഗത്തിൽ തന്നെ പോകാൻ കഴിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞത് അവസാനമായി സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്ന ആളാണെങ്കിലും കടന്നാ പിന്നെ ഉന്നതമായ സ്ഥാനത്താണ് മൂപ്പരുണ്ടാകുക. കാരണം ഇതൊക്കെ മിഅയാണ്, 100% ക്ലിയറായി കൈകാര്യം ചെയ്തതിനാൽ അതിനൊരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. ആ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം അവിടെ കിട്ടണ്ടേ? അതിനാൽ കനത്ത പ്രതിഫലം അവർക്ക് അവിടെ ലഭിക്കുകയും ചെയ്യുന്നു. ഒന്ന് അതിന്റെ സമ്പാദ്യ വിഷയമാണ്, മറ്റൊന്ന് ചെലവാക്കൽ വിഷയമാണ്. രണ്ടും വളരെ ഗൗരവമാണ്, സമ്പാദിക്കുന്നതും ചെലവാക്കുന്നതും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അസ്സഖിയ്യു ഖരീബുൻ മിനല്ലാഹി ഖരീബുൻ മിനൽ ജന്നതി ഖരീബുൻ മിനൻ നാസി ബഈദുൻ മിനൻ നാർ
വൽ ബഖീലു ബഈദും മിനല്ലാഹി ബഈദും മിനൽ ജന്നതി ബഈദും മിനൻ നാസി ഖരീബുൻ മിനൻ നാർ. സ്വത്തും സമ്പാദ്യവും അല്ലാഹുവിലേക്ക് അടുക്കാനും അകലാനും പറ്റുന്ന സാധനമാണെന്നർത്ഥം. അസ്സഖിയു നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനോ ഖരീബും മിനല്ലാഹ് അല്ലാഹുവിനോട് അടുത്തവനാണ്. ഖരീബും മിനൽ ജന്നതി സ്വർഗ്ഗത്തോടും അടുത്തവനാണ്. ഖരീബും മിനൻ നാർ അവങ്ങളെയും അടുത്തവനാണ്. ബഈദും മിനൻ നാരി നരകവുമായി അകന്നവനുമാണ്. 3 കാര്യത്തിലേക്ക് അടുത്തവനും 1 കാര്യത്തിൽ നിന്ന് അകന്നവനുമാണ്. വൽ ബഖീലോ ലുബ്ദൻ അഥവാ നേരിന്റെ വഴിയിലൂടെ പണം ചെലവാക്കാത്തവനോ സക്കാത്തോ ദാനധർമ്മങ്ങളോ ചെയ്യാതെ ലുബ്ധത കാണിച്ചവനോ ബഈദും മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് അകന്നവനാണ്. ബഈദും മിനൽ ജന്നതി സ്വർഗ്ഗത്തിൽ നിന്നും അകന്നവനാണ്. ബഈദുൻ മിനൻ നാസി ജനങ്ങളിൽ നിന്നും അകന്നവനാണ്. ഖരീബും മിനന്നാർ നരകത്തോട് അടുത്തവരുമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സാധനം ഒന്ന് തന്നെയാണ്, സ്വത്തും സമ്പാദ്യവുമാണ്. അത് കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുവിലേക്ക് അകലാനും പറ്റുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന നേരിന്റെ വഴിയിലൂടെ മാത്രമേ സമ്പാദിക്കാൻ പാടുകയുള്ളൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയാ. ഖൈബർ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട നിബിധങ്ങളും പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഖൈബർ യുദ്ധം കഴിഞ്ഞു പോരുമ്പോ യുദ്ധമെല്ലാം അവസാനിച്ച് മുഅ്മിനീങ്ങൾക്ക് വിജയം ലഭിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖാദിമ്, അടുത്ത ഖാദിമായ ഒരു സഹാബി, നിബിധങ്ങൾ യാത്ര ചെയ്യുന്ന ഒട്ടകം, ആ ഒട്ടകത്തിന്റെ പുറത്ത് നിന്ന് ഒട്ടകക്കട്ടിൽ താഴോട്ട് ഇറക്കി വെക്കുകയും യാത്രക്കൊരുങ്ങുന്ന സമയത്ത് ഒട്ടകക്കട്ടിൽ വീണ്ടും ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ഖിദ്മ ചെയ്യുന്ന ഒരു ഖാദിമായ സഹാബി യുദ്ധമൊക്കെ കഴിഞ്ഞ് പോരാനൊരുങ്ങുന്ന സമയത്ത് നബിതങ്ങളുടെ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ച് അതിന്റെ പുറത്ത് ഈ ഒട്ടകക്കട്ടിൽ കെട്ടിക്കൊടുത്ത് നബിതങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ശത്രുപക്ഷത്തിൽ നിന്നൊരു ഒളിയമ്പ് വന്നു. എവിടെയോ മറിഞ്ഞിരിക്കുന്നൊരു ശത്രു ഒളിയമ്പ് ചെയ്തതാണ്. ആ ഒളിയമ്പ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ പറ്റി നിലം പതിച്ചു, ആകെടുക്കണം, മരണപ്പെട്ടു. യുദ്ധം കഴിഞ്ഞ് പോരാനൊരുങ്ങുന്ന നേരത്തുണ്ടായൊരു സംഭവം. ഇത് കണ്ട സഹാബാക്കറാം പറയുകയാണ്, എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സഹാബാക്കറാം പറയുകയാണ്, ഹനി അല്ലഹു ഷഹാദ, ഹനി അല്ലഹു ഷഹാദ, അയാളൊരു ഭാഗ്യേ, രക്തസാക്ഷിയാകാനുള്ള അവസരം ലഭിച്ച മഹാഭാഗ്യവാൻ. ഹനി അല്ലഹു ഷഹാദ. ഷഹീദാരാ അന്ന് വിശദീകരിക്കാൻ നേരമില്ല. സ്വർഗം കൊണ്ട് അനുഗ്രഹീതനാണവൻ. വലാ തസ്ബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. റബ്ബിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകള് അവർ മരണപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അവർ ഈ ലോകത്തിൽ നിന്ന് മറുലോകത്തേക്ക് മാറി താമസിച്ചവരോ, റബ്ബിന്റെ അരികിൽ വെച്ച് റിസ്ക് നൽകപ്പെടുന്ന കൂട്ടവരാണ് ശുഹദാക്കളെ എന്നോ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അത്തരമൊരു ഷഹീദാകാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണല്ലോ എന്ന് പറഞ്ഞു വന്യരായ സഹാബാക്കറാം അദ്ദേഹത്തെ അനുമോദിച്ചു കൊണ്ടിരിക്കുകയാ. ഇത് കേട്ട ഹബീബായ നബിതങ്ങൾ പറഞ്ഞ വാക്കെന്താ? അതാണ് എന്റെ വിഷയത്തിന്റെ പോയിന്റ്. ഇത് കേട്ടപാട് നബിതങ്ങൾ പറഞ്ഞു, ഖല്ലാ, കാര്യം അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കാര്യം. ഇന്ന ശംലതല തൽതഹിബു അലൈഹി നാറാ അഖദഹാ മിനൽ ഗനാഇമി ലം തുസിബ്ഹൽ മഖാസിമു ഖാല റസൂലുള്ളാഹി. കാര്യം അങ്ങനെയല്ല. ഷഹീദാകാനുള്ള ഭാഗ്യം കിട്ടിയ മഹാസൗഭാഗ്യവാൻ എന്നല്ല നിങ്ങൾ പറഞ്ഞത്. കല്ല, അങ്ങനെ അല്ല കാര്യം. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹനെ തന്നെയാണ് സത്യം. ഇന്ന ശംലത ലതൽതഹിബു അലൈഹി നാറാ. ആ പുതപ്പുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ മേൽ തീയായി ഇങ്ങനെ ആളിക്കത്തും. ഏത് പുതപ്പ്? അഖദഹാ മിനൽ ഗനാഇമി ലം തുസിബഹൽ മഖാസിമു. ഓരി വെക്കാൻ കിട്ടാതെ മൂപ്പരുമെല്ലാം അരേ പൂത്തി വെച്ച ആ പുതപ്പുണ്ടല്ലോ, അത് മൂപ്പരുടെ മേൽ തീയായി ആളിക്കത്തും. നോക്കുമ്പോളേ അത്ഭുതപ്പെട്ടു ആളുകൾ. എന്താ സംഭവിച്ചതെന്നല്ലേ? ഖൈബർ യുദ്ധം കഴിഞ്ഞ് ശത്രുക്കളൊക്കെ തോറ്റോടി
അവരുടെ സ്വത്തും സമ്പാദ്യമൊക്കെ അവിടെ ബാക്കിയാക്കി വെച്ച് ജീവൻ കിട്ടിയെങ്കിൽ നമുക്ക് മണ്ടി കഴിച്ചില്ല. ആ സ്വത്തുക്കൾ ഇനി മുസ്ലിങ്ങൾക്ക് എടുക്കാം. അതിനാണ് വനീമത്ത് സ്വത്ത് എന്ന് പറയുന്നത്. അതിന്റെ നിയമം എന്താ അറിയോ? അതിനെ കുറച്ച് നിയമങ്ങൾക്കാണ്. അത് മുഅ്മിനീങ്ങളായ ആളുകൾ, ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവര് ആരൊക്കെയാണോ അവിടെ മുസ്ലിങ്ങളുള്ളത്, അവരൊക്കെ പാടെ അതിന് വാരി ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഇന്ന വകുപ്പിലേക്ക് ഇത്ര എന്നൊക്കെ ഐറ്റം തിരിച്ചതിന്റെ ശേഷമുള്ളത് പിന്നെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കൾക്ക് നിബിധങ്ങൾ ഓഹരി ചെയ്തു കൊടുക്കും. ഓഹരി ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഏതൊക്കെ അതാണ് അവർക്ക് അവകാശപ്പെട്ടത് എന്നല്ലാതെ സ്വന്തം ഓരോരുത്തർക്ക് ഓരോന്നെടുക്കാൻ പാടില്ല. ഈ സഹാബി ഉണ്ടല്ലോ, സഹാബി ഒളിയമ്പ് പറ്റി മരണപ്പെട്ട ഇയാൾ ഒനീമത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടിയ സമയത്ത് നല്ലൊരു പുതപ്പ് മൂപ്പരെ കൈ കിട്ടി. കാണാൻ നല്ല ചുരുക്കുള്ള, ഉപയോഗിക്കാൻ നല്ല ഉഷാറുള്ള ഒരു പുതപ്പ് കിട്ടിയപ്പോ മൂപ്പർക്ക് അതിനോടൊരു കമ്പം. ഇതിപ്പോ ഒന്നിച്ചുള്ള കൂട്ടത്തിൽ കൊണ്ടേട്ട എന്റെ ഓരിയിൽ ഇത് വന്നോളണമെന്നില്ല എന്നുറപ്പല്ലേ. ഓരണ്ട് വെച്ചു കൊടുക്കുമ്പോൾ കിട്ടും, അത്രേ കിട്ടുള്ളൂ. ഒന്നിച്ചുള്ള കൊണ്ടേട്ടാൽ എന്റെ ഓരി ഇത് വന്നോളണമെന്നില്ല. ഇതിപ്പോ ആരും കാണാതെ ഞാൻ എല്ലാം തന്നെ സ്വകാര്യമായിട്ട് വെക്കട്ടെ എന്ന ആൾക്ക് അദ്ദേഹം പൂത്തി വെച്ചു. ഓരി വെക്കണോടത്ത് കൊണ്ടിട്ടില്ല. ആ പുതപ്പ് കട്ടെടുത്തതാണ്. വഞ്ചിച്ചുകൊണ്ട് വനീമത്തിൽ നിന്ന് എടുത്ത പുതപ്പാണത്. ആ പുതപ്പ് നാളെ മഹ്ശറയിൽ അദ്ദേഹത്തിന്റെ മേൽ തീയായി ആളിക്കത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാവ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരി, വേണ്ട ഖിദ്മത്തുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഖാദിം, അദ്ദേഹത്തെക്കുറിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞ അനുഭവമാണ് ഇത് എങ്കിൽ എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ആരാന്റത് ഹലാലല്ലാത്ത രൂപത്തിൽ നാം എടുത്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിക്കണം. വിശദീകരിക്കാൻ നേരല്ല. സമ്പാദ്യം തികച്ചും ഹലാലായിരിക്കണം. കുല്ലുമാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി ഖാല റസൂലുള്ളാഹി. കുല്ലുമാ നബത്ത ബിഹി കുല്ലുമാ നബത്ത ബിൽ ഹറാമി, ഹറാമു കൊണ്ട് വളർന്നുണ്ടായതൊക്കെയും ഫന്നാറു ഔലാ ബിഹി, അത് നരകത്തിലേക്ക് ഏറ്റവും ബന്ധമാക്കപ്പെട്ടതാ, അവകാശമാക്കപ്പെട്ട ഈ കണ്ടു കാണപ്പെട്ട ശരീരം, 5 അടി 5.5 അടി 5.25 അടി 6 അടി നീളമുള്ള ഉയരമുള്ള അതിനനുസരിച്ച വണ്ണവും തൂക്കവുമുള്ള ശരീരം, ഇത് ഹറാമ് കഴിച്ചുണ്ടായി തീർന്ന തടിയാ, അത് നരകത്തേക്ക് തള്ളാനുള്ളതാണ്. ഫന്നാറു ഔലാ ബിഹി. ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അള്ളാന്റെ നോട്ടം. ഹലാല് വേണ്ട, ഹറാമ് വേണ്ട. അതൊക്കെ കൃത്യമായുള്ള ചോദ്യം റബ്ബിൽ നിന്നുണ്ടാകും. ലാ തസൂലു ഖദമ ബിനി ആദമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരാളുടെ ചെരിപ്പടിക്കാൽ അനക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടല്ലാതെ, അൻ ഉംരിഹി ഫീമ അഫ്നാ വ അൻ സബാബിഹി ഫീമ അബ്ലാ വ അൻ മാലിഹി മിൻ അയ്ന തസബഹു വ ഫീമ അൻഫഖഹു. മൂന്നാമത്തേത് അവന്റെ സ്വത്ത് എവിടെ നിന്ന് അവൻ സമ്പാദിച്ചെടുത്തു, എവിടെ അവൻ ചെലവാക്കി എന്നതാണ്. 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടു. അതിന് വ്യക്തമായ മറുപടി പറഞ്ഞല്ലാതെ കാലനക്കാൻ കഴിയില്ല. അതിൽപ്പെട്ട മൂന്നാമത്തേത് അൻ മാലിഹി മിൻ അയ്ന തസബഹു, എവിടെ നിന്നാണ് സ്വത്ത് സമ്പാദിച്ചത്, വഫീമ അൻഫഖ, എവിടെയാണ് സ്വത്ത് ചെലവഴിച്ചിരിക്കുന്നത്. ഈ 2 കാര്യത്തെക്കുറിച്ച് ചോദിച്ചല്ലാതെ അവന്റെ ചെരുപ്പടിക്കാല് അനക്കാൻ കഴിയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. ഇതാണ് സമ്പാദ്യത്തിന്റെ അവസ്ഥ. ഇത് ഇനി അതിന്റെ ചെലവഴിക്കല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഭാഗത്തിന്റെ അടുത്ത് കൊടുത്തു, മറ്റൊരു വിഭാഗത്തെ ദരിദ്രരാക്കി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വ അൻഫിഖൂ മിമ്മാ റസഖ്നാകും, വ അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ഇടില്ലേ, നാം ആണ് അതിന്റെ കയ്യവകാശികൾ എന്നേയുള്ളൂ. യഥാർത്ഥ ഉടമാവകാശം അള്ളാഹുവിന്. അത് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ചില ആളുകളൊക്കെ കച്ചവടം തുടങ്ങുമ്പോൾ നാം വിലയിരുത്താറുണ്ട്, കച്ചവടത്തിന്റെ 18 അടവും പാറ്റിത്തെളിഞ്ഞ വിദഗ്ധനാണവൻ, ആ കച്ചവടം ഏതായാലും വിജയിക്കും എന്ന നാം ഒക്കെ കണക്ക് കൂട്ടാറ്. പക്ഷേ അത് തോറ്റ് പളിസാകാറുണ്ട്. കച്ചവടത്തിന്റെ ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരാൾ കച്ചവടം തുടങ്ങുകയും അത് വളരെ പുരോഗമിക്കുകയും വളർന്ന് പന്തലിക്കുകയും ചെയ്യാറുമുണ്ട്.
ചില ആളുകളൊക്കെ ഗൾഫിൽ പോകുമ്പോൾ നാം വിലയിരുത്താറുണ്ട്, അയാൾക്ക് ഇന്നാലിന്റെ സാമർത്ഥ്യമൊക്കെ ഉണ്ട്, ഗൾഫിൽ പോയാൽ ഒരു വഴിക്ക് എത്തിച്ചേരും എന്നാണ് നാം വിലയിരുത്താറ്. ആ ആൾ ഒന്നുമില്ലാതെ വെറും കൈയോടെ പോയതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വരാറുണ്ട്. അലിഫ് നീണ്ടിട്ടോ ഉരുണ്ടിട്ടോ എന്ന് അറിയാത്ത ചില ആളുകൾ, ഒരു വിവരമില്ലാത്ത മരം മണ്ടൂസൻ, അവൻ സൗദി അറേബ്യ എന്ന അറേബ്യൻ രാജ്യത്ത് ചെന്ന് വലിയ സമ്പത്തിന്റെ ഉടമയായി ബിസിനസ് മേഖലകളിലും വേറെ പല മേഖലകളിലും ഒക്കെ ഉയർന്ന് വളർന്ന് വലിയ സമ്പത്തിന്റെ ഉടമയായി മാറാറുണ്ട്. നമ്മുടെ സാമർത്ഥ്യമല്ല, കഴിവല്ല, അള്ളാഹുവിന്റെ കൊടുതിയാണ് ഇത്. ഇത് മനസ്സിലാക്കാൻ ഇതിലപ്പുറം വേറെ എന്ത് തെളിവ് വേണം? അള്ള കൊടുത്തതോ, അള്ളയാണ് ഇതിന്റെ യഥാർത്ഥ ഉടമാവകാശം. സ്വത്തിന്റെ ആളോ അതിന്റെ കൈയവകാശക്കാരൻ, അവന്റെ കൈവശത്തിലാണ് അതുള്ളത്. അത് കൈകാര്യം ചെയ്യേണ്ടത് അവനാണ്. യഥാർത്ഥ ഉടമാവകാശി അള്ളയാണ്. അതുകൊണ്ട് അള്ള പറയുന്നത് മിമ്മാ റസഖ്നാക്കും, നമ്മൾ നൽകിയതിൽ നിന്നേ, നിങ്ങളെ സ്വന്തം വക കൊടുക്കാൻ പറയില്ല. നമ്മളങ്ങളെടുത്ത് തന്നേൽപ്പിച്ചത് അയിന്ന് മറ്റുള്ളവർക്ക് ദാനം ചെയ്യൂ, ചെലവാക്കൂ. ആ ചെലവാക്കൽ രണ്ട് വിധം. ഒന്ന് ഐച്ഛിക ദാനം, ഒന്ന് നിർബന്ധ ദാനം. ആ നിർബന്ധ ദാനത്തിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് എന്നത് ആരാധനയാണ്, കനപ്പെട്ട ഒരു ആരാധനയാണ്. ഇസ്ലാം കാര്യം 5 ആണെങ്കിൽ ഒന്നാമത്തേത് കലിമത്ത് ഷഹാദയാണ്. അതെ, വിശ്വാസം ശരിപ്പെടണം. അത് നാക്കുകൊണ്ട് അവൻ തുറന്നിങ്ങോട്ട് പറയുകയും വേണം. ഈമാൻ കാര്യം കൽബിൽ തട്ടണം. ഇത് ഇസ്ലാം കാര്യമാണ്. ആ കൽബിലുള്ളത് നാക്കുകൊണ്ട് തുറന്ന് പറയണം. അതാണ് ഷഹാദത്ത് കലിമ ചൊല്ലൽ. അൻ തശ്ഹദ അല്ലാ ഇലാ, സാക്ഷ്യം വഹിക്കാൽ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക. ഇതാണ് അൻ തശ്ഹദ എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലില്ലാതെ നാവ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞാലും ഷഹാദത്ത് എന്ന് പറയാൻ പറ്റില്ല. ഹൃദയത്തിൽ ഉറപ്പിക്കണം, എന്നിട്ട് നാക്കുകൊണ്ട് അവൻ വെളിവാക്കി പറയുകയും വേണം. ഇതാണ് ഇസ്ലാമിലെ ഒന്നാം കാര്യം. അത് നെടുന്തൂണാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം കാര്യം നിസ്കാരമാണ്. നിസ്കാരം കഴിഞ്ഞാൽ മൂന്നാമത്തേത് സക്കാത്താണ്. സക്കാത്ത് എന്ന പദം പൊന്നുമുഅ്മിനീങ്ങളെ വിശുദ്ധ ഖുർആനിൽ 32 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന വഖദ് വറദ ലഫ്ദു സക്കാത്തി ഫിൽ ഖുർആനിൽ കരീം. ഖുർആനുൽ ശരീഫിൽ സക്കാത്ത് എന്ന പദം വന്നിട്ടുണ്ട്. 32 മറ, 32 പ്രാവശ്യം വന്നിട്ടുണ്ട്. വവറദ 27 മിൻഹാ മുഖ്തരിനതൻ ബിസ്സലാത്തി. ആ 32 നിന്ന് 27 നിസ്കാരവുമായി ചേർന്നുകൊണ്ടാണ് വന്നത്, അതുമായി അന്വയിച്ചുകൊണ്ടാണ് വന്നത്. 32 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ സക്കാത്ത് എന്ന പദം വന്നിരിക്കുന്നത്. അതിൽ 27 സ്ഥലങ്ങളിലും നിസ്കാരവുമായി ചേർത്തിക്കൊണ്ടാ പറയുന്നത്. അഖീമുസ്സലാത്ത വആത്തുസ്സക്കാ, ഒരു ഉദാഹരണം, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുത്തു വിട്ടുകയും ചെയ്യുവേൻ. എന്തിനാ രണ്ടും കൂടി പറഞ്ഞത്? അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ 2 കാര്യങ്ങൾ 3 സ്ഥലങ്ങളിൽ അള്ളാഹു ഒന്നിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഒന്നിച്ചു പറഞ്ഞത്? ആ ഒന്നിച്ചു പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് അത് രണ്ടും കൂടി ചെയ്തെങ്കിലേ ചെയ്തതിന് ഫലമുണ്ടാകൂ. രണ്ടാൽ ഒന്ന് ചെയ്താൽ അത് ഫലപ്പെടുകയില്ല എന്ന. അതിൽപ്പെട്ട ഒന്നാമത്തേത് അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ, രണ്ടാമത്തേത് അനിസ്കുല്ലി വലിവാനിലേഖ, മൂന്നാമത്തേത് അഖീമുസ്സലാത്ത വ ആതുസ്സക്കാ. അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹ്ക്ക് വഴിപ്പെടുവീൻ, റസൂലിനും വഴിപ്പെടുവീൻ. ഒരാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വവും സൽ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആഹാ ആൾ ഉഷാറാണല്ലോ, അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന ആളാണല്ലോ എന്ന് മനസ്സിലാക്കി അംഗീകരിച്ചു. കാണാത്തൊരല്ലാഹനെ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസ. ഒരു ഊഹിക്കപ്പെടുന്ന ഒരു ശക്തി എന്നല്ലാതെ അങ്ങനെ ശക്തി ഉണ്ട് എന്നുള്ളേക്ക് എന്ത് ന്യായം എന്നൊക്കെയാണ് അവന്റെ ബുദ്ധി അവനോട് പറയുന്നത്. നിർഭാഗ്യവാൻ എന്നല്ലാതെ എന്ത് പറയാൻ? അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കാതെ റസൂലിനെ മാത്രം അനുസരിച്ചു. എന്നാൽ ആ റസൂലിനെ അനുസരിച്ചത് കൊണ്ട് വല്ല ഫലം ഉണ്ടാവോ? ഇല്ല. ഇനി അള്ളാഹുവിനെ അനുസരിച്ച് വിശ്വസിച്ചു, പക്ഷേ നിബിധങ്ങൾ അവൻ ധിക്കരിക്കുകയാണ്, അവഗണിക്കുകയാണ്, ഫലമുണ്ടായില്ല.
രണ്ടും കൂടി ചേർത്താണ് അല്ലാഹു തആല പറഞ്ഞത് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അതിനാൽ രണ്ടും ചെയ്താലേ ചെയ്തതിന് ഫലമുള്ളൂ. രണ്ടാൽ ഒന്ന് മാത്രം നിർവഹിച്ചാൽ അതുകൊണ്ടൊരു ഫലവും ഉണ്ടാവുകയില്ല. രണ്ടാമത്തേതോ അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നീ നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണേ. അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ തയ്യാറാ മാതാപിതാക്കളെ ധിക്കരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാകില്ല. റിളൽ റബ്ബി ഫീ റിളൽ വാലിദൈൻ വസുക്തുർ റബ്ബി ഫീ സുക്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയില, അള്ളാഹുവിന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലുമാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് രണ്ടും കൂടി ഉണ്ടായാലേ അല്ലാഹു തആല പരിഗണിക്കുകയുള്ളൂ. മൂന്നാമത്തേത് അഖീമുസ്സലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുവീൻ, വആതു സക്കാത്ത്, സക്കാത്ത് കൊടുത്തുവിട്ടുകയും ചെയ്യുവീൻ. അതിന് രണ്ടും കൂടി, ഒന്ന് ശാരീരികമായ അമല, മറ്റേത് സാമ്പത്തികമായ അമല. ശാരീരികമായും സാമ്പത്തികമായും അള്ളാന്റെ മുന്നിൽ വഴിപ്പെടാൻ, കീഴൊതുങ്ങാൻ, അനുസരിക്കാൻ ഇവൻ തയ്യാറാകണം. ശാരീരികമായി വഴിപ്പെടാൻ തയ്യാറായാൽ പോരാ, അത് കാശിന് ചെലവില്ലാത്ത വഴിപ്പെടല. നിസ്കാരം കുത്തിമറിയുകയാണ്, ഉറുപ്പിൻ ചെലവില്ല, എത്രയും വേണമെങ്കിലും ആകാം എന്ന ചിലരുടെ ധാരണ. സക്കാത്തോ കൊടുത്തൂടാ, കാരണം കീശയിൽ നിന്ന് കാശെടുത്ത് ചെലവാക്കുന്ന ഏർപ്പാടല്ലേ, അത് ചെലവാക്കിക്കൂടാണ്. എന്നാൽ നിസ്കാരം എന്ന് നിർവഹിച്ചത് കൊണ്ട് മാത്രമായില്ല, അവൻ വിജയികളിൽ പെടുകയില്ല, ഇതും കൂടി വേണം. അതിനാൽ ഇതും കൂടിയും അല്ലാഹു തആല കൂട്ടിച്ചേർത്ത് പറഞ്ഞു. 32 സ്ഥലങ്ങളിൽ പറഞ്ഞതിലെ 27 നിസ്കാരവുമായി ചേർത്തിട്ട് രണ്ടുണ്ടാകണം. സാമ്പത്തികമായും ശാരീരികമായും റബ്ബിന്റെ മുന്നിൽ അവൻ കീഴൊതുങ്ങണം എന്നർത്ഥം. അപ്പൊ ശാരീരികമായ കീഴൊതുക്കത്തിന്റെ പുറമെ സാമ്പത്തികമായും കീഴൊതുങ്ങണം. എങ്ങനെയാ കീഴൊതുങ്ങുന്നത്? പടച്ചോൻ തന്നുവെച്ച മുതലുണ്ട്, ആ മുതലെടുത്ത് അതിന്റെ നിശ്ചിത വിഹിതപ്രകാരം പാവപ്പെട്ടവർക്ക് നൽകുന്ന അവകാശമാണത്. 8 സാധനങ്ങളിലെ സക്കാത്ത് നിർബന്ധമുള്ളൂ. ഇവിടെ ഒരു മനുഷ്യരുടെ സമ്പൽഘടന സമൃദ്ധമാകാൻ വിവിധ മേഖലകളും വഴികളും ഇവിടെയുണ്ട്. എല്ലാവിധ സമ്പൽ മേഖലകളിലും സക്കാത്ത് നിർബന്ധം ഇല്ല. അല്ലാഹുവും റസൂലും എന്താണോ പറഞ്ഞത് അതാണ് നാം പാലിക്കേണ്ടത്. ആദ്യം മനസ്സിലാക്കണം, ഇസ്ലാമിലെ 3-ാം കാര്യമാണ് സക്കാത്ത്. അത് വലിയൊരു ആരാധനയാണ്. അതിന്റെ പിന്നിൽ പല ഹിക്മത്തും പല ഗുണങ്ങളും നന്മകളുണ്ട്, അത് വേറെ. അതിന്റെ പിന്നിൽ വന്നു ചേരുന്ന കാര്യങ്ങളാണ്. നിസ്കാരം എന്നൊരു നിർബന്ധമുള്ള കാര്യം അത് ശരീരത്തിന്റെ ഒരു വ്യായാമമാണ് എന്ന് പറയാൻ പറ്റുവെച്ചാൽ, വ്യായാമം എന്നത് അതിന്റെ പിന്നിൽ വരുന്നൊരു കാര്യമാണ്. വ്യായാമമാണ് എന്നല്ല നിസ്കാരത്തെക്കുറിച്ച് നാം വിലയിരുത്തേണ്ടത്, പിന്നെ അതൊരാരാധനയാണ്. അള്ളാന്റെ മുന്നിലുള്ള വലിയ ഒരു ആരാധനയാണ് നിസ്കാരം. അതോടൊപ്പം ശാസ്ത്രീയമായി ഇന്ന് കണ്ടെത്തപ്പെടാം എന്ത്, കൃത്യത്തിന് മുറപ്രകാരം കയ്യും കാലും മറ്റ് അവയവങ്ങളൊക്കെ വെച്ച് നിസ്കരിച്ചാൽ അവന്റെ മുഴുവൻ ഭാഗങ്ങളിലും വ്യായാമം വന്നു ചേരുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ വിരലുകളുടെ പള്ള സുജൂദിന്റെ സ്ഥലത്ത് അമരണം. കയ്യും കാലും മുട്ടു ഊരിയൊക്കെ വളക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. റുക്കൂക്കും സുജൂദുക്കും പോക്കും വരവൊക്കെ നടത്തിയാൽ കാല് അവൻ ഇങ്ങനെ വെച്ച് നിസ്കരിക്കണം. കാൽപാദം ഖിയാമിൽ അങ്ങനെയാണ്, റുക്കൂൽ അങ്ങനെയാണ്, ഇഅ്തിദാലിലും അങ്ങനെയാണ്. സുജൂദ് കണ്ടെത്തുന്ന സമയത്തോ കാലിന്റെ വിരലുകൾ 5 മടങ്ങണം. ഇതാ സുന്നത്ത്. ഏതെങ്കിലും ഒന്നെങ്കിലും 2 വിരലുകൾ 2 കാലിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും മടങ്ങലേ നിർബന്ധമുള്ളൂ. 5 വിരലുകളും മടങ്ങിയിട്ട് അതിന്റെ ഒക്കെ അഗ്രഭാഗം കവിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ആയാൽ ആ വിരലുകളൊക്കെ മടക്കി നിർത്തുക എന്നൊരവസ്ഥയാണ് സുജൂദിൽ വന്നു ചേരുന്നത്. ആ വിരലുകൾക്കും വ്യായാമം വരികയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രലോകം പറയുന്നത്, കൃത്യമായി നിസ്കരിക്കുന്ന നിസ്കാരം ശരീരത്തിന് കിട്ടുന്ന വലിയൊരു വ്യായാമമാണ്. ആ വ്യായാമം ഈ ആരാധനയുടെ പിന്നിൽ വരുന്നൊരു ഗുണമാണ്. വ്യായാമത്തിന് വേണ്ടിയാണ് നിസ്കാരം നിർബന്ധമാക്കിയത് എന്ന് വെക്കാൻ പാടില്ല. എന്റെ ഉദാഹരണം ശരിക്കും ശ്രദ്ധിക്കണം. ഇതെന്തിനാണ് നിസ്കാരം നിർബന്ധമാക്കിയത്? അത് അള്ളാന്റെ മുന്നിലുള്ള
നിയമം പാലിച്ചുകൊണ്ടുള്ള ഒരു വണക്കം, ഒരു ആരാധന, അത് നാം ചെയ്യുക എന്നതാണ് അതുകൊണ്ട് നാം ലക്ഷ്യമാക്കേണ്ടത്. ഇതുപോലെയാണ് സക്കാത്ത്. ഇതൊരു ആരാധനയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ അതിലുണ്ട്. അത് അതിന്റെ പിന്നിൽ വന്നു ചേരുന്ന ഫലങ്ങളാണ്. ആ ഫലം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഫലം കാണുക എന്നതേ നമ്മുടെ മുന്നിലുണ്ടാകൂ. അതിന്റെ പിന്നിൽ അല്ലാഹുവും റസൂലും പറഞ്ഞ പല നിയമങ്ങളും നാം കാറ്റിൽ പറത്തിയെന്ന് വരും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ജീവകാരുണ്യ പ്രവർത്തനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഒന്ന് മാത്രമേ നമ്മുടെ മുന്നിൽ സക്കാത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യമായുള്ളൂ എങ്കിൽ അതുണ്ടാകണം എന്നേ നമുക്കുണ്ടാവൂ. അതിനുള്ള നിയമങ്ങൾ പാലിക്കാൻ പലപ്പോഴും പല ആളുകളും തയ്യാറാകണമെന്നില്ല. പക്ഷേ അത്തരമൊരു ജീവകാരുണ്യ പ്രവർത്തനം മാത്രമായി സക്കാത്തിനെ കാണരുത്, ആരാധനയാണ്. അതുകൊണ്ടല്ലേ ഇസ്ലാമിന്റെ 3-ാം കാര്യമായി എണ്ണിയത്. അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാകണം ഈ സക്കാത്ത് എന്ന ആരാധനയും നാം നിർവഹിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ ഒരാൾ വന്ന് നിസ്കരിച്ചു. മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ ഇരിക്കുന്ന നേരത്തെ അപ്പുറത്ത് വന്ന ഒരാൾ നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിൽ തീരുന്നത് വരെ, നിസ്കാരത്തിന് സലാം വിട്ടുന്നത് വരെ മഹാനായ നബി തങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു. തീർന്നതിന്റെ ശേഷം മഹാനായ നബി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖും ഫതവല്ല ഫസല്ലി, പോയി വന്ന് വദു ഉണ്ടാക്കി വീണ്ടും നിസ്കരിക്കണേ. അദ്ദേഹം നേരെ പോയി വദു ഉണ്ടാക്കി വന്ന് രണ്ടാമതും നിസ്കരിച്ചു. ആ നിസ്കാരവും സലാം വീട്ടിയതിന് ശേഷം നബി തങ്ങൾ വീണ്ടും പറയുകയാ, ഖും ഫതവല്ല ഫസല്ലി, പോയി വദു ഉണ്ടാക്കി വന്ന് വീണ്ടും നിസ്കരിക്കണേ. മൂന്നാമതും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അയാൾ വിളിച്ചു, അല്ല, ഞാൻ നിന്നോട് 3 വട്ടം നിസ്കരിപ്പിച്ചു, എന്തേ കാര്യം എന്നറിയോ? അല്ലാഹു റസൂലുഹു ആലം, അറിഞ്ഞൂടാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ കാലിന്റെ മടമ്പിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തു. നോക്കുമ്പോ വദു ഉണ്ടാക്കുന്ന സമയത്ത് 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം എന്നതാണ് നിയമം. ഇത് 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. ഈ നിസ്കാരക്കാരന്റെ വദു ഉണ്ടാക്കിയപ്പോ മടമ്പിന്റെ മീതെ ഞെരിയാണിയുടെ താഴെയുള്ള കുഴിഞ്ഞ ഭാഗം അല്പം നനഞ്ഞിട്ടില്ല. മേൽക്കൂടെ വെള്ളാണ്ട് പാർന്നു എന്നല്ലാതെ സൂക്ഷിച്ച് കഴുകാത്തതിന്റെ പേരിൽ ആ കുഴിഞ്ഞ ഭാഗത്ത് അല്പം വെള്ളം നനയാത്ത സ്ഥലമുണ്ട്. അത് കട്ടിക്കൊടുത്തുകൊണ്ട് മഹാനായ നബി തങ്ങൾ അവിടെ വെച്ച് പറയുകയാ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. ഇതുപോലുള്ള മടമ്പുകൾക്ക് നരകത്തിന്റെ ഒരു ഏരിയയാണ് റബ്ബ് തആല സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ഖല റസൂലുള്ളാഹി. എന്റെ ഈ മെൻഷൻ ചെയ്ത തെറ്റ്, ഈ സഹാബി ഇവിടെ ചെയ്ത പണി എന്താ? നേരത്തിന് വന്ന് ഒന്നുണ്ടാക്കി നിസ്കരിച്ച ഒരാളെ, ആ ആളോടാ നബി തങ്ങൾ പറഞ്ഞ ഇതുപോലത്തെ മടമ്പൊക്കെ നരകത്തിക്കുള്ളതാണ്. ഇവിടെ എന്തേ തകരാറ്? അദ്ദേഹം ശരിക്കും നിസ്കരിച്ചിട്ടില്ലേ, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലേ, ഒക്കെ ഉണ്ട്. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട, നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ് വുളു. വുളുഇന്റെ നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമാണ് ഞെരിയാണി ഉൾപ്പെടെ ഒരു രോമക്കുത്ത് പോലും ഒഴിവാകാതെ വെള്ളം എത്തിക്കണമെന്നത്. അതിൽ ചെറിയൊരു അപാകത വന്നു. നമ്മൾ ചിന്തിക്കാൻ നോക്കി, എന്താപ്പ അവിടെയും കൂടി നനഞ്ഞ അള്ളാഹ് കിട്ടാനുള്ളത്? അവിടെ കുറച്ച് സ്ഥലം വെള്ളം നനയാത്തോണ്ട് ഇപ്പൊ എന്ത് കുറവാണ്, എന്ത് പോരായുള്ളത് എന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് ചിന്തിക്കാൻ പാടില്ല. നെരിയാണി ഉൾപ്പെടെ നനഞ്ഞുകൊണ്ടാ വുളുണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്ട് ഉണ്ടാക്കിക്കോളുക. കുറച്ചു ഭാഗം നനയാത്ത വ്യക്തിയോടാണ് നബി തങ്ങൾ പറയുന്നത്, ഇതുപോലത്തെ കാലൊക്കെ നരകത്തിക്കുള്ളതാണ്, മടമ്പൊക്കെ നരകത്തിലേക്കുള്ളതാണ്. നിയമം പാലിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത്. ഈ നിയമം പാലിച്ചെങ്കിലേ ആരാധനയാകൂ എന്നതുപോലെ സക്കാത്ത് നിയമം പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്നൊരു കർമ്മമാണ്. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നാം ഒക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാമികമായൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എങ്ങനെയാണോ അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് വന്നത് അതിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് നാം ചെയ്യണം. കുറെ ചെയ്യാന്നല്ല, ചെയ്യുന്നത് നിയമപ്രകാരമാവുക എന്നതാണ്.
ഇങ്ങനെ ഇപ്പൊ കുറെ നിസ്കരിച്ചിട്ടാ നിസ്കാരം കൊണ്ട് വല്ല ഫലമുണ്ടോ? ഇല്ല. കണ്ണീരൊലിപ്പിച്ച് സുജൂദിലായി കിടക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഒതുണ്ടാക്കിയപ്പോ ശരിയായിട്ടില്ലെങ്കിൽ ഒന്നും ശരിയായിട്ടില്ല, ആകെ ബാത്തില. സൂറത്തുൽ ഫാത്തിഹയിൽ ഇത്ര അക്ഷരമുണ്ട്, ഒരക്ഷരവും വിടാതെ പൂർണ്ണമായി ഓതിയാലേ ഫാത്തിഹ ശരിയാവൂ, എന്നാലേ നിസ്കാരം ശരിയാവും. അതൊക്കെ പാലിച്ചുകൊണ്ടാകണം. എങ്ങനെയെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടാവതല്ല എന്നതുപോലെ സക്കാത്ത്. 8 കാര്യത്തിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകൂ. സക്കാത്ത് എന്ന ആരാധന 8 ഇനത്തിൽ മാത്രമേ ഉള്ളൂ. സകലമാന കിതാബുകളിൽ നമുക്കത് കാണാൻ കഴിയും. വജബത്ത് ഫീ സമാനിയത്തി അസ്നാഫിൻ മിനൽ മാലി. 8 വിധം സ്വത്തുക്കളിലാണ്, മുതലിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. അന്നഖദൈനി, 2 നാണയങ്ങൾ, സ്വർണം വെള്ളി എന്നീ 2 നാണയങ്ങൾ. വല്ലൻ ആമി, ആടുമാടൊട്ടകങ്ങള്, വൽ കൂത്തി, മുഖ്യാഹാരങ്ങള്, വത്തംരി, കാരക്ക, വൽ ഇനബി, മുന്തിരി. ഈ 8 ഇനത്തിൽ മാത്രമേ സക്കാത്ത് നിർബന്ധമാകൂ. ലിസമാനിയത്തി അസ്നാഫിൻ മിനന്നാസ്, 8 ഭാഗം ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് നൽകേണ്ടത്. 8 ഭാഗം ജനങ്ങൾക്കാണ് അത് കൊടുക്കേണ്ടത്. ഇന്നമൽ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറഞ്ഞു. ആ ആയത്തിലൂടെ അല്ലാഹു തആല 8 വിഭാഗത്തെയും എണ്ണിയിട്ടുമുണ്ട്. ആ 8 വിഭാഗത്തിനാണ് സക്കാത്ത് നൽകപ്പെടേണ്ടത്. ചുരുങ്ങിയ രൂപത്തിൽ ഇത് പറഞ്ഞു സക്കാത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട അനിവാര്യ വശത്തെക്കുറിച്ച് മാത്രം സൂചന നൽകാനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത കാര്യമാണ് സക്കാത്ത്. അതിൽപ്പെട്ട ഓരോന്ന് വെവ്വേറെ പറയാൻ മാത്രം വിഷയങ്ങളുണ്ട്. അതിനാൽ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തണം എന്ന് കൂടി സൂചിപ്പിക്കും. ഒന്നാമത്തെ നഖദൈനി, 2 നാണയങ്ങൾ. സ്വർണ്ണ നാണയവും വെള്ളി നാണയവും പുരാതന കാലം മുതലേ എല്ലാവിധ രാജ്യങ്ങളുടെയും സമ്പൽഘടനയെ നിയന്ത്രിച്ചത് സ്വർണവും വെള്ളിയുമാണ്. ഇന്നും ഈ സ്വർണവും വെള്ളിയും സമ്പൽഘടനയുടെ നട്ടല്ല. നോക്കൂ, നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ആളുകൾ, എന്നേക്കാളേറെ ആ വിഷയത്തിൽ വിവരമുള്ളവർ ഈ സദസ്സിലുണ്ടാവുമല്ലോ. ഇന്ത്യൻ റിസർവ് ബാങ്കിൽ നിന്ന് ഇഷ്ടം പോലെ നോട്ടുകൾ അടിച്ചിറക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം, ആ ഭരണകൂടം വിചാരിക്കുക എല്ലാ ദരിദ്രർക്കും വീട് വെച്ചു കൊടുക്കണം, അവർക്ക് മാസാമാസം ഇത്ര രൂപ നൽകണം എന്ന് തീരുമാനിക്കുകയും അതിനു വേണ്ടി ഇഷ്ടം പോലെ നോട്ടുകൾ അടിച്ചിറക്കുകയും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കടലാസ് കൊണ്ടല്ലേ നോട്ടുണ്ടാക്കുന്നത്. ഈ നോട്ടല്ലേ ഇന്ന് വിനിമയത്തിന് നാം ഉപയോഗിക്കുന്ന കറൻസി സാധനം. അതിഷ്ടം പോലെ ഇവിടെ അടിച്ചുണ്ടാക്കാൻ കഴിയില്ലേ? അത് അടിച്ചുകൊണ്ട് കൂട്ടിയിട്ട് പാവങ്ങൾക്ക് ഇഷ്ടം പോലെ വിതരണം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലോക ബാങ്കിന്റെ നയപ്രകാരം പ്രത്യേകമായി സ്വർണമോ വെള്ളിയോ നിക്ഷേപിച്ചുകൊണ്ടാണ് അതിന്റെ അവസ്ഥക്കനുസരിച്ച് മാത്രമേ ഇവിടെ നോട്ടടിച്ച് പുറത്തിറക്കാൻ പാടുള്ളൂ എന്ന്. സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് വിവരമുള്ള ആളുകളോട് കൂടുതൽ അത് ചോദിച്ച് മനസ്സിലാക്കാം. 1 ഉറുപ്പിക ഇവിടെ നിന്ന് അച്ചടിച്ച് നോട്ടായി അടിച്ച് പുറത്തിറക്കപ്പെടുമ്പോ, റിയാലായി ഡോളറായി അടിച്ച് പുറത്തിറക്കപ്പെടുമ്പോ അതിനു വേണ്ടിയുള്ള മൂല്യമായി സ്വർണമോ വെള്ളിയോ നിക്ഷേപിക്കപ്പെടണമെന്ന. ഇന്ന് ആ സാധനം അതാണ് പഴയ കാലത്തുള്ളത്. ഇന്ന് ആ സാധനം നിക്ഷേപിക്കപ്പെടുന്നതിന് പകരം അതിന്റെ മൂല്യമെങ്കിലും നിക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്ന്. അത് നിക്ഷേപിക്കപ്പെട്ടതിന്റെ ശേഷമേ ഈ നോട്ടായിട്ട് അടിച്ച് പുറത്തിറക്കപ്പെടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഏതിന്റെയും മൂലകമായി, നാണയത്തിന്റെ മൂലകമായി ഉപയോഗിക്കുന്ന ഘടകമാണ് സ്വർണം വെള്ളി. അതിന് സക്കാത്ത് നിർബന്ധമാണ്. അതിനേക്കാൾ വിലപിടിപ്പുള്ള ലോഹങ്ങൾ വേറെയുണ്ട്. രത്നങ്ങളുണ്ട്, മാണിക്യമുണ്ട്, ചില മുത്തുകളുണ്ട്. ചില മാണിക്യവും മുത്തുകളും രത്നങ്ങളുമൊക്കെ സ്വർണത്തേക്കാൾ ഏറെ വിലപിടിപ്പുള്ളതാണ്. സ്വർണവും വെള്ളിയും ഒക്കെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെടുന്ന ചില ലോഹങ്ങളാണ് എങ്കിൽ അതേപോലെ ലഭിക്കുന്ന അതിനേക്കാൾ ഏറെ വിലപിടിപ്പുള്ള അമൂല്യനിധികളായ വേറെയും പലതും ഇവിടെയുണ്ട്. പക്ഷേ അതിന് സക്കാത്ത് നിർബന്ധം ഇല്ല. അതാണ് എന്നുള്ള ആൾക്ക് സക്കാത്ത് നിർബന്ധം ഇല്ല. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും ഒക്കെയുള്ള ആൾ അത് വിറ്റ് വലിയ സമ്പത്തിന്റെ ഉടമയായി തീർന്നാൽ അവന്റെ സമ്പത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് വേറെ കാര്യം.
മുത്തിന് സക്കാത്തില്ല, മാണിക്യത്തിന് സക്കാത്തില്ല, പവിഴത്തിന് സക്കാത്തില്ല എന്നേ ഈ പറഞ്ഞിട്ടുള്ളൂ. നേരെ മറിച്ച് വലിയ സമ്പന്നനല്ലെങ്കിലും സ്വർണം, വെള്ളി എന്നീ രണ്ട് സാധനങ്ങൾ കണക്കപ്രകാരം എത്തിയ ഒരാളാണ് എങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. കാരണം ഇതാ, അത് സമനായി, വിലയായി പഴയകാലം മുതൽക്കേ, പുരാതന കാലം മുതൽക്കേ ഉപയോഗിച്ചു വരുന്നതാണ് സ്വർണം, വെള്ളി. അതിന്റെ അതേ പവറിൽ തന്നെയാണ് ഇന്ന് നാം കറൻസിയെ കാണുന്നത്. അതിന്റെ അതേ പവറിൽ തന്നെയാണ് കറൻസിയെ കാണുന്നത്. അതിനാൽ കറൻസിക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. മജ്മൂ ശറഉൽ മുഹദ്ദബിൽ 9-ാമത്തെ വാള്യം 377-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട അല്ലാമ നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, അമ്മൽ ദഹബു വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഫൽ ഇല്ലത്തു ഇൻദ ശാഫി ഫീഹിമാ, ശാഫി വീക്ഷണപ്രകാരം അത് രണ്ടിലും സക്കാത്ത് നിർബന്ധമാകാനുള്ള കാരണം കൗനുഹുമാ ജിൻസൽ അസ്മാനി ഗാലിബ, ഗാലിബിലും മിക്കപ്പോഴും അതിനെ വിലകളുടെ ഇനമാക്കപ്പെടലാണ് പതിവ്. വിലയായി കണക്കാക്കപ്പെടുന്നത് പലപ്പോഴും സ്വർണ്ണവെള്ളി നാണയങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബീസത്തിന്റെ കാലത്ത് തന്നെ സ്വർണം, വെള്ളി എന്നതാണ് നാണയമായി ഉപയോഗിക്കപ്പെട്ടിരുന്നത്. വഹീന ബൈസൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ പ്രവാചകരായി അയക്കപ്പെട്ടിരുന്ന കാലത്ത് ഖാനൽ അറബു, അറബികളായിരുന്നു യതആമലൂന ബിഹാദൈനി നഖദൈനി, സ്വർണം, വെള്ളി എന്നീ രണ്ട് നഖദിനെ, രണ്ട് നാണയങ്ങളെ ഉപയോഗിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഇടപാട് നടത്തുന്നവരായിരുന്നു. അദ്ദഹബ് ഫീ സൂറത്തി ദനാനീർ, ദീനാർ എന്ന രൂപത്തിൽ സ്വർണത്തെയും, വൽ ഫിദ്ദത്തി ഫീ സൂറത്തി ദറാഹിം, ദിർഹം എന്ന രൂപത്തിൽ വെള്ളിയെയുമാണ് അവർ ഇടപാടിന് നാണയമായി ഉപയോഗപ്പെടുത്തിയിരുന്നത്. ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ കാലത്ത് അങ്ങനെയാ, മുമ്പും അങ്ങനെ തന്നെയാണ്. സ്വർണത്തിന്റെ ചെറിയൊരു കോയിൻസ്, വെള്ളിയുടെയും ചെറിയൊരു കോയിൻസ്, അതാണ് അന്ന് വിലയായി നൽകപ്പെട്ടിരുന്നത്. ഇന്ന് നാം നോട്ട് വിലയായി നൽകുന്നത് പോലെ അന്ന് ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കോയിൻസ് ആയിരുന്നു. ദിർഹം എന്നാണ് വെള്ളിയുടെ കോയിൻസിന്റെ പേര്, ദീനാർ എന്നാണ് സ്വർണത്തിന്റെ കോയിൻസിന്റെ പേര്. അത് നഖദ്, നാണയമാണ്. ആ സ്വർണ്ണ വെള്ളി നിക്ഷേപിച്ച് അതിന് തത്തുല്യമെന്നോണമാണ് ഇന്ന് നോട്ടടിച്ച് പുറത്തിറക്കപ്പെടുന്നത്. അത് വിലയായി ഉപയോഗിക്കപ്പെടുന്നു എന്നതാണല്ലോ നഖദൈനി ആകാൻ കാരണം, നഖദൈനിയിൽ സക്കാത്ത് നിർബന്ധമാകാൻ കാരണം. അതാണ് ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം ഞാൻ വായിച്ചത്. ബഹുമാനപ്പെട്ട അല്ലാമ ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അമ്മ ദഹബു വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഫൽ ഇല്ലത്തു ഇൻദ ശാഫി ഫീഹിമ, അത് രണ്ടിലും സക്കാത്ത് നിർബന്ധമാകാനുള്ള കാരണം കൗനവുമാ ജിൻസൽ അസ്മാനി ഗാലിബ, സാധാരണഗതിയിൽ അത് സമന്, വിലയുടെ ജാതിയായി ഉപയോഗിക്കപ്പെടലാണ്. വമിൻഹാ അന്നുഖൂദുൽ വറഖിയ്യത്തുൽ ഹാലിയത്തു, അതേപോലെ തന്നെയാണ്, അതേ ഇല്ലത്ത് തന്നെയാണ് അന്നുഖൂദുൽ വറഖിയ്യത്തുൽ ഹാലിയത്തു, ഇന്ന് നിലവിലുള്ള കടലാസ് കറൻസികളും നാണയങ്ങളും. അസ്ബാത്ത് അതായിട്ടുണ്ട്. അൽ അസ്ബാത്ത് ഹിയ അസ്മാനുൽ അശ്യായി ഗാലിബ, ഗാലിബിലും അത് വസ്തുക്കളുടെ വിലയായി മാറിയിട്ടുണ്ട്. ഇന്ന് കടലാസ് നോട്ട്, നിബിതങ്ങളുടെ കാലത്ത് കടലാസ് നോട്ടുണ്ടോ? ഇല്ല. റിയാൽ, കടലാസ് റിയാല. ഡോളറുകളും അങ്ങനെയാണ്. അത് നിബിതങ്ങളുടെ കാലത്തുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ അതിൽ സക്കാത്തുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും എന്ന ചിലരുടെ വാദം. അതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടിൽ സക്കാത്തില്ല എന്ന് വാദിക്കുന്നവർ നമ്മുടെ മുസ്ലിം സമുദായത്തിലുണ്ട്. അതിനാണ് ഞാൻ കിതാബിന്റെ ഇബാറത്ത് ഉദ്ധരിക്കുന്നത്. അൽ ഫിഖ്ഹുൽ ഇസ്ലാമി വ അദില്ലത്തു എന്ന് പറയുന്ന കിതാബിലെ 5-ാം വാള്യം 373-ാം പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നബിതങ്ങളുടെ കാലത്തില്ലാത്ത പലതും ഈ കാലത്തുണ്ട്. അതിന് ഹറാമ, ഹലാൽ, കറാഹത്ത്, ജായിസ് എന്നൊക്കെ ഹുക്മ നാം കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ബ്രൗൺ ഷുഗർ ഹറാമോ ഹലാലോ? ബ്രൗൺ ഷുഗർ വലിയൊരു മയക്കുമരുന്ന്. ഹറാമല്ലെങ്കിൽ പിന്നെ ഹലാലാകണം. ഹലാലാ? ഹറാമാന്ന് പറയാൻ നബിതങ്ങളുടെ കാലത്ത് ഉണ്ടോ? നബിതങ്ങളുടെ കാലത്തില്ലാത്തൊരു സാധനത്തിന് മൂല്യാരെ നിങ്ങളാണ് തീരുമാനിക്കലാ? നിങ്ങൾക്ക് തീരുമാനിക്കാൻ എന്ത് അധികാരമുള്ളത്?
ക്രിസ്ത്യാനികളെപ്പോലെ ചില മതപുരോഹിതന്മാർ സ്വന്തമായി നിയമങ്ങൾ കണ്ടെത്താവുന്ന മതമാണോ ഇസ്ലാം? അല്ലാഹു റസൂൽ എന്താ തീരുമാനിച്ച് പറഞ്ഞു വെച്ചത്? അത് മൗലവിമാർ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ ഇല്ലാത്ത നിയമം പുരോഹിതന്മാരെ പോലെ ഉണ്ടാക്കാൻ ഇസ്ലാമിൽ ഒരധികാരവും ഒരാൾക്കുമില്ല.